ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. സമയഭേദമന്യേ ദൈവസന്നിധാനത്തിൽ വില കൊടുത്തായിരിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഇത് പകൽ തക്കത്തിൽ വിനിയോഗിക്കാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചതായ കർത്താവിൻ്റെ വലിയൊരു ദാസൻ, ഈ ചർച്ചിൻ്റെ സീനിയർ മിനിസ്റ്റർ പാസ്റ്റർ രാജു പൂവക്കാല അവരുകളോടുള്ള ക്രിസ്തുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തലമുറകളെയും കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുവല്ലോ. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിംഗ് ഇവിടെ പ്രിസൈഡിങ് ചെയ്യുന്ന ദൈവത്തിൻ്റെ അഭിഷക്തനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കൂട്ടം അഭിഷക്ത വൃന്ദങ്ങളുടെ ഇടയിലാണല്ലോ നമ്മളായിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസന്മാരുടെ വലിയൊരു നിരയുണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകാൽ ഈ മിനിസ്ട്രിയിൽ എന്നെ പരിചയപ്പെടുത്തിയ ബഹുമാന്യ ജോസങ്കളിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആ കുടുംബത്തിലായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ പോയത്. എനിവേ, കർത്താവ് തന്നെയും കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക നന്മകളെ കർത്താവ് ചെയ്യട്ടെ. ക്രിസ്തുവിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ വെച്ച് കൊടുക്കുമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വാതിലുകളെ ഇന്ന് രാത്രി തുറക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ എങ്ങും കളയരുത്. അല്പസമയം എല്ലാവരും വചനത്തിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ഇന്ന് പകൽ സംസാരിച്ചതുപോലെ തന്നെ രാത്രിയിലും ദൈവിക ഇടപെടലിൻ്റെ ഒരു രാത്രിയാക്കി കർത്താവ് ഈ രാത്രിയെ മാറ്റും. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാ കണ്ണുകളെയും അടച്ചുകൊണ്ട് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാമോ? എല്ലാ കണ്ണുകളെയും അടച്ചുകൊണ്ട് റിബഗമനഗ ജഗന റബഗമന ഹതനാജനസീം അടബദരബൗഢി റിബഗമനഗജാന ഹസ്തനേഖി മനാഥന പ്രബർധന ജനഗജാനക അടബധന പ്രഭാ ധീരക്ഷനക ജഗന പ്രബർധനാജനസിയ. അന്യഭാഷയുള്ളവരൊക്കെ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ലിഭ്രമാനക ജഗന ഷൗഠറബഗമനക ജഗന. മാനുഷികമായ വാക്കുകളല്ല കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കേണ്ടതിന് ഞങ്ങളെ തന്നെ ഇന്ന് പകൽ വിധേയപ്പെടുത്തി തരികയാണെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ ഒരുമിച്ച് അല്പസമയം എന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ലറബഗമനക ജഗന പ്രബർധനാജനക ജഗന ശംധന റഗന അടബധനക ജഗന പ്രബർധനാജനക ജഗന ശബ്ദനരബൗഡിയ റീബർധനാജനശസ്യ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. മാനുഷികമായതല്ല, സ്വർഗീയമായത്, സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ളത്, വചനത്തിൻ്റെതായത് കർത്താവെ ഇന്ന് രാത്രി വെളിപ്പെടുത്തി തരണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മുഖങ്ങളെ തകർക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ സ്വർഗം തുറക്കുന്നതിനായി നന്ദി പറയുകയാ. ആരൊക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കുന്നുണ്ട്? ഇന്ന് പകൽ, ഇത് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്ന രാത്രിയാക്കി മാറ്റട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ അക്ഷരത്തിൻ്റെതല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയുമായി മാറേണ്ടതിന് അല്പസമയം ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. റീബഗമനക ഹടബദനക ജഗന പ്രബാർത്തിയാലക അടക റഗജക ശിഖമന റബൗഡിയാലക ജഗന ശസ്യ. നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിലൂടെ ഞങ്ങൾ ഇടപെടണമേ. മാനുഷികമായതല്ല, ദൈവികമായത് അത് ഞങ്ങളിൽ പൂർണ്ണമായും വെളിപ്പെടേണ്ടത് ഞങ്ങളെ കർത്താവേ മുഴുവനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പിശാചും അവനാൽ പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരും അവൻ്റെ ഏജൻസികളും അവൻ്റെ നെറ്റ്വർക്കുകളും തമ്മിലുള്ള സകല കമ്മ്യൂണിക്കേഷൻസിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ഡീലിങ്ങുകളുടെ പകലായി രാത്രിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകർത്തനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ മുഖത്തെല്ലാം ഒരു വിഷമം പോലെ തോന്നുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഞാൻ ശുശ്രൂഷിക്കുന്നതിനകത്ത്? ആമേൻ. ആമേൻ. ബൈബിൾ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന്
ഞാൻ നിങ്ങളോട് പിന്നെയും വീണ്ടും പറയുകയാ. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ഇങ്ങനെ പിടിച്ചു മുറുകിയിരിക്കുന്ന ആ മനോഭാവത്തോടെയും ആ ശരീരത്തോടെയും ആകരുത്. മറിച്ച് വിട്ടുകൊടുത്ത് ചിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ റിസീവ് ചെയ്യണം. സുരാജ് വഞ്ഞാറമൂടിൻ്റെ കോമഡി കേൾക്കുമ്പോഴല്ല ചിരിക്കേണ്ടത്. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോഴാണ് ചിരിക്കേണ്ടത്. വചനം കേൾക്കുമ്പോഴാണ് സന്തോഷിക്കേണ്ടത്. വചനം കേൾക്കുമ്പോഴാണ് ആനന്ദിക്കേണ്ടത്. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം എന്ത് ചെയ്യുക? സന്തോഷിച്ച് ആനന്ദിക്കാം. ഏതാണ്? ദിസ് ഈസ് ദ ഡേ. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നമ്മൾ സന്തോഷിക്കുക. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന നാളത്തെ പറ്റിയാ. നാളെ എന്തായി തീരുമെന്നുള്ള ആലോചനയിൽ ഇന്ന് നമ്മൾ സന്തോഷിക്കാൻ എന്ത് ചെയ്യും? മറന്നുപോകും. എന്നാൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നാളത്തെ ഓർത്ത് ഇന്ന് ഭാരപ്പെടേണ്ട. ഇന്നലകളിൽ നടത്തിയ ദൈവം നാളെ നടത്താൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിശാച് ജയിക്കുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഇന്ന് സന്തോഷിക്കാൻ പറ്റണം. ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റണം. ഇന്ന് ആഹാരം കഴിക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റണം. ആഹാരം കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അയ്യോ ഷുഗർ ആണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മധുരവും ആസ്വദിക്കാനുള്ള കൃപ തന്നതിന് നന്ദി പിതാവേ, ആമേൻ, അങ്ങനെ പറഞ്ഞു കുടിക്കണം. എനിവേ, വേഗം മുഖവരിയുടെ ദൈർഘ്യം കൂടാതെ വചനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വചന സന്ദേശത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ പല ചിന്തകൾ കടന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട്. എത്ര തവണ കേട്ടതായ ഒരു ഭാഗമാണ്. ഇതിലൂടെ പുതിയതായിട്ട് എന്ത് കിട്ടാനുണ്ട്? എല്ലാ മുൻവിധികളെയും മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ട ദൂതിനെ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം സുപരിചിതമായൊരു വേദഭാഗമാണല്ലോ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് യോഹന്നാനാൽ യോർദാൻ കരയിൽ സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രാവെന്ന രൂപത്തിൽ വന്നിറങ്ങി സ്വർഗം തുറന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിക്കുന്നെന്ന് പറഞ്ഞ് ആ വാക്കുകൾ കേട്ടതിന് ശേഷം പെട്ടെന്ന് യേശു കർത്താവ് 40 ദിവസം പിതാവിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് പോയി. ആ മരുഭൂമി ഉപവാസത്തിനകത്ത്, ഉപവാസത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ വന്നിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുവാനിടയായത്. ഉപവാസം കഴിഞ്ഞു തന്നെ റിസീവ് ചെയ്യാൻ വന്നത് ഹോളി സ്പിരിറ്റോ പിതാവാൻ ദൈവമോ അല്ല, പിന്നെ ആരാണ്? പരീക്ഷകനായ സാത്താനാണ്. ഈ സാത്താൻ വന്നിട്ട് യേശു കർത്താവിനെ ടെമിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താ സംഭവം? യേശു കർത്താവിന് വിശപ്പുണ്ടെന്ന് പിശാചിന് വളരെ വ്യക്തമായിട്ടറിയാം. ഈ വിശപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ യേശു കർത്താവിനോട് പറയുകയാ, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയുകയാ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ഈ വേദഭാഗമാണ് നമ്മുടെ ടൈറ്റിൽ വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതാണ് നമ്മുടെ വാക്യം. എന്നാൽ താഴത്തെ ആ ഒരു പോർഷനിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പിശാച് എപ്പോഴും കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ. എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കും. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ, വീണ്ടും പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും.
നമ്മുടെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പെന്തക്കോസുകാരനാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ വരുന്ന വാക്കുകളുടെ ശരങ്ങളെ കണ്ടിട്ട് അതിനോട് പ്രതികരിക്കാനല്ല, ആത്മശക്തി പ്രാപിച്ച ജനം ജ്ഞാനത്തോടെ ആ മണ്ഡലങ്ങളെ ജയിക്കത്തക്ക നിലവാരത്തിൽ വചനത്തിൽ വേരൂന്നി വേണം ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ദൈവമനുഷ്യനോട് ഒരാൾ പറയുകയുണ്ടായി, നിങ്ങളുടെ ദൈവം ഭയങ്കര ശക്തനാണെന്നല്ലേ പറയുന്നത്, സർവശക്തനാണെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ഈ ആലൊന്ന് പിടിച്ചു കുലുക്ക്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ദൈവമനുഷ്യൻ പറഞ്ഞു, എൻ്റെ ദൈവം നിന്റെ ദൈവത്തെ പോലെ കൊരങ്ങനല്ല, എൻ്റെ ദൈവത്തിന് ആല് പിടിച്ചു കുളിക്കുന്ന പരിപാടിയില്ല. നിന്നോട് ആരെങ്കിലും പറയുകയാണ് കിണറൊന്ന് വറ്റിച്ച് കാണിച്ചേ, നോ, പരിപാടിക്കൊന്നും ചാടി നിൽക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ പരിപാടി അതല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ അത് നമ്മുടെ തമ്പുരാൻ ചെയ്യും. പ്രൈസ് ഗോഡ്. മനുഷ്യന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ അത് നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യും. ഇത് പകരം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവപുത്രനെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ചില വാക്കുകളുടെ മേഖലയ്ക്കകത്ത് വീണു പോകാതെ ഇരിക്കണമെങ്കിൽ അധികം വചനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അടുത്ത വാക്ക് കണ്ടോ, ദൈവാലയത്തിന്റെ അഗ്രത്തിൽ മേൽ നിർത്തി. അതിനുശേഷം പറയുകയാണ്, നീ എന്ത് ചെയ്യുക, താഴേക്ക് ചാടുക. എന്നിട്ട് വാക്യം എന്താ പറയുന്നേ, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞത്, നീ വീഴാതെ വേണം നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങനല്ലേ? ആണോ? വീഴുന്നത് എങ്ങനാ? അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ? അറിയാതെയാ. പിശാച് ഇവിടെ എന്താ പറയുന്നേ? ചാടാനാ. ഇവിടെയാണ് പിശാചിന്റെ ടാക്ടിക്കൽ മൈൻഡ് ഇരിക്കുന്നത്. നീ ചാടിയാൽ തമ്പുരാൻ സംരക്ഷിക്കുമെന്ന് വചനം പറയുന്നില്ല. നീ വീണാൽ നിലംപരിചാകാതിരിക്കാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വീഴുന്നത് അറിയാതെയാ, ചാടുന്നത് അറിഞ്ഞോണ്ടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ അതാണ് ഇതെന്ന് ധരിച്ച് അതിനു വേണ്ടി ഇറങ്ങി തിരിക്കരുത്. തമ്പുരാനോടൊപ്പം നിൽക്കുമെങ്കിൽ ആ സിറ്റുവേഷനിൽ നിൽക്കുവാനുള്ള കൃപ തമ്പുരാൻ നമ്മുടെ മേൽ പകരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ചില ചലഞ്ചുകൾ വരുമ്പോൾ ഓവറായി പോയി പ്രതികരിക്കാതെ പ്രാർത്ഥനാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് ജയിക്കുമെങ്കിൽ ആ വിഷയത്തിനകത്ത് അടിയറോ പറയത്തില്ല, സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും കൊണ്ടുവരികയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ മനസ്സിനെയും ഒന്നും കൂടെ ഏകാഗ്രതമാക്കി ഈ സന്ദേശത്തിലേക്ക് വാ. ബൈബിൾ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പം തരത്തില്ല, വചനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഫുഡില്ല, വചനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റുമെന്നുള്ളവരൊന്ന് കൈപൊക്കി. കിച്ചൺ ക്ലോസ് ചെയ്യും. അങ്കിൾമാരാണ്, ഞാൻ ആൻറ്റിമാരോട് പറയും കിച്ചൺ ക്ലോസ് ചെയ്യാൻ. അങ്ങനെയുള്ളവർ മാത്രം ഫുഡ് വേണ്ട, വചനം മാത്രം മതി. ഉണ്ടോ? കൈയെല്ലാം താന്നല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന 3 ഘടകങ്ങൾ കൊണ്ട്. ഏതൊക്കെയാണ്? ദേഹം. അങ്ങനെ ഒരു വേർഡുണ്ടോ? ഇല്ല. വായിക്കാം. 1 തെസ്സലോനിക്ക പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്ക പുസ്തകം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. വചനം പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ വേഗം ശുദ്ധീകരിക്കുമാറാകട്ടെ. 1, നിന്റെ ആത്മാവും പ്രാണനും ദേഹവും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ദേഹം ആത്മാവിനെ, ദേഹം ദേഹി ആത്മാവിനെ അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു. പക്ഷെ വചനം എഴുതിയപ്പോൾ ആത്മാവ്, പ്രാണൻ, ദേഹം. എന്തുകൊണ്ടാണ് ദേഹത്തെപ്പറ്റി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ കാരണം? മറ്റുള്ളതിൽ നിന്നൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ദേഹമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? കർത്താവേ, ഞങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും. എന്നാൽ പരിശുദ്ധാത്മാവിന് വചനം എഴുതിയപ്പോൾ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ആത്മാവായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്?
വചനത്തിൽ ആത്മാവ്, പ്രാണൻ, ദേഹം എന്നിട്ട്. ഇന്ന് മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ വരുന്ന സമയത്ത് അച്ഛന്മാർ കാറ് സ്റ്റാർട്ട് ചെയ്ത് റെഡിയാക്കി, അല്ലെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആൻറ്റിമാർ പറഞ്ഞ 5 മിനിറ്റും കൂടെ എന്തിനാണ്? ഒരുങ്ങാനല്ല, ഒരുങ്ങിയത് ശരിയാണെന്ന് നോക്കാൻ. പ്രൈസ് ഗാഡ്. നമ്മുടെ ദൈവദാസന്മാർ അവിടെ വെച്ച് വീട്ടിൽ വെച്ചൊന്നും അങ്ങനെ മേക്കപ്പ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ് എന്ത് ചെയ്യും? ബൈക്ക് കൊണ്ടുവന്ന് വെക്കും, അതിൻ്റെ മിറർ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഒരുങ്ങുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഏതാണ്? ഞാനെന്ന് പറഞ്ഞ വ്യക്തി ദേഹമാണോ? ഞാനെന്ന് പറഞ്ഞ വ്യക്തി ദേഹിയാണോ? ഞാനെന്ന് പറഞ്ഞ വ്യക്തി ആത്മാവാണോ? നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ദേഹമാണോ, ദേഹിയാണോ, ആത്മാവാണോ? ഞാനെന്ന് പറഞ്ഞ വ്യക്തി ദേഹമാണെന്നുള്ളവരൊന്ന് കൈപൊക്കി. ദേഹം ശരീരമാണ്. ഇല്ല, ആരുമില്ല. ദേഹിയാണെന്നുള്ളവർ കൈപൊക്കി. പ്രാണൻ. കുറച്ച് പേര് കൈ പൊക്കണം, നന്നായി പൊക്കണം. യെസ്, വെരി ഗുഡ്. അല്ല, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ആത്മാവാണെന്നുള്ളവർ കൈപൊക്കി. ബാക്കിയൊക്കെ ഉള്ളവർ ആരാ? ഏത് സംഭവമാണെന്ന് പറയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂന്നും കൂടെ കൂടുന്നത് തൃണമൂൽ കോൺഗ്രസ് പോലെ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? വേദപുസ്തകം പഠിക്കുന്നതിനൊപ്പം തന്നെ ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. നമ്മുടെ എല്ലാം ഒരു കോമൺ ഫ്രണ്ട് റോബിൻ എന്നുള്ള വ്യക്തി ഇരിക്കുക. റോബിൻ ഇല്ലല്ലോ ഇവിടെ? ഉണ്ടെങ്കിൽ ആ റോബിനെ പറ്റി അല്ല, വേറെ ഏതോ റോബിനെ പറ്റി ഈ പറയുന്നത് കേട്ടോ. റോബിനെ നമ്മുടെ എല്ലാം ഒരു കോമൺ ഫ്രണ്ട്, വേറൊരു ചർച്ചിലെ മെമ്പറാണ്. നമ്മുടെ കൂടെ ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് റോബിൻ മരിച്ചു പോയെന്ന് നമ്മൾ കേൾക്കുന്നേ. പാസ്റ്ററുടെ നേതൃത്വത്തിൽ നമ്മൾ കുറച്ച് വണ്ടി വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോകുകയാണ്. അവിടെ ചെന്ന സമയത്ത് കുറച്ച് ട്രാഫിക് മൂലം അവിടെ എത്താൻ അല്പം വൈകിപ്പോയി. പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ്. നമുക്കൊരു സംശയം, ആ വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞോ എന്ന്. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വരുന്ന വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ ബോഡി എടുത്തോന്ന്? അല്ലേ? എന്താ റോബിനെ എടുത്തോന്ന് ചോദിക്കാത്തെ? റോബിൻ പോയി. ഇപ്പോൾ അവിടെ കിടക്കുന്ന ആരാണ്? റോബിൻ്റെ ബോഡിയാണ്. നമ്മളെപ്പോഴും ചോദിക്കും, ബോഡി എടുത്തോ? റോബിൻ എങ്ങോട്ട് പോയി? ആത്മാവാകുന്ന റോബിൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന സീക്രട്ട് പ്ലേസിലേക്ക് പോയി. ഇപ്പോൾ അവിടെ കിടക്കുന്നത് റോബിൻ എന്ന ആത്മാവിന് ഈ ഭൂമി എന്ന ഗ്രഹത്തിൽ താമസിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന വീടാണ്. ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമി എന്ന യൂണിവേഴ്സിനകത്ത് അനൂപ് എന്ന വ്യക്തിക്ക് താമസിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന വീടാണ് ഈ ശരീരം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കൂടാരമാകുന്ന നിങ്ങളുടെ ഭവനം വിട്ട് കൈപ്പണിയല്ലാത്ത നിത്യമായ സ്വർഗീയ ഭവനം. അപ്പൊ ഇതെന്താണ്? കൂടാരമാണ്. അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെക്കാട്ടിലൊക്കെ വലിയ വീട് എൻ്റേതാണ്. മനസ്സിലായവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് കൂടാരമാണ്. ഹല്ലേലൂയ. അസൂയയില്ലാത്തൊരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് കൂടാരമാണ്. എന്തിന്? അനൂപ് എന്ന വ്യക്തിക്ക്, ആത്മാവിന് താമസിക്കാൻ ദൈവം തന്നിരിക്കുന്ന വീടാണ് ഈ ശരീരം. ദൈവം വിളിക്കുന്ന സമയത്ത് ഈ കൂടാരമാകുന്ന ശരീരം ഉപേക്ഷിച്ചിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന സീക്രട്ട് പ്ലേസിലേക്കാണ് ആത്മാവ് പോകുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ഇടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? സോള് അല്ലെങ്കിൽ പ്രാണൻ. അവിടെയാണ് ഈ ശരീരത്തിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത്. അവിടെയാണ് ഇമോഷൻസ് ഇരിക്കുന്നത്. അവിടെയാണ് സങ്കടമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, ചിരിക്കാൻ പറ്റുന്നത്, കരയാൻ പറ്റുന്നത് എല്ലാം ആ പ്രാണന്റെ മേഖലയില്ല, സോളിന്റെ മേഖലയില്ല. ഈ ഫോണിലേക്ക് സിം ഇടുമ്പോൾ ഫോൺ എന്തോ ചെയ്യും? ആക്ടിവേറ്റ് ആകും. ഫോണിൽ നിന്ന് സിം ഊരുമ്പോൾ എന്ത് ചെയ്യും? ഫോൺ ഡീആക്ടിവേറ്റ് ആകും. അന്ന് പറയുന്നത് പോലെ ശരീരത്തിലേക്ക് എപ്പോൾ ആത്മാവ് പ്രവേശിക്കുമോ അപ്പോൾ സോൾ ആക്ടിവേറ്റ് ആകും. ശരീരത്തിൽ നിന്ന് എപ്പോൾ ആത്മാവ് എന്ത് ചെയ്യുന്നു? പോകുമോ അപ്പോൾ സോൾ എന്ത് ചെയ്യും? ഡീആക്ടിവേറ്റ് ആകും. എന്നാൽ ഇന്ന് പകൽ നിങ്ങളോട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഉറക്കെ പറഞ്ഞേ. ആത്മാവ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ആത്മാവ്. ഇനി ആ വാക്യം വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നീ അപ്പം കഴിക്കുന്നത് നിന്റെ കൂടാരമാകുന്ന ഈ ശരീരത്തിന് പെയിന്റ് അടിക്കുന്നതാണ്. പക്ഷെ നീ എന്ന വ്യക്തിക്ക് ആഹാരം ആവശ്യമുണ്ട്. ആ ആഹാരം ലോകത്തിന്റെ ഭക്ഷണമല്ല, ദൈവവചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിനെന്ന് വചനം ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുകയാ. ഹല്ലേലൂയ. അപ്പൊ നീ എന്ന വ്യക്തിക്ക് വേണ്ട ആഹാരം എന്താണ്? ദൈവത്തിന്റെ വചനം. വചനം, ദൈവത്തിന്റെ വചനം. ചില സ്കൂളുകളിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ ഈ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ഉദയസൂര്യന്റെ വെളിച്ചം തട്ടുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തല കറങ്ങി താഴെ പോകുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഈ ഓടി വന്നതാണ് സ്കൂളിലേക്ക്. ആ ചൂട് പോലും ആ കുഞ്ഞിനെ ഏക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനമില്ലാത്തൊരു യാത്രയാണെങ്കിൽ പലപ്പോഴും നാം താഴെ പോകും. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. എല്ലാവരും കേൾക്കുന്നുണ്ടോ? യെസ്, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. കർത്താവായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നേ. ഒരു ദിവസം, എല്ലാ ദിവസവും 5 അധ്യായം വേദപുസ്തകം വായിക്കുന്നിരുന്ന് കൈ ഉയർത്തി. എല്ലാ ദിവസവും വായിക്കണം 5 അധ്യായം. സ്തോത്രം, സ്തോത്രം. കുറച്ച് കൈകൾ ഞാൻ കാണും. 4 അധ്യായം വായിക്കുന്നവര്, 5 അധ്യായം വായിക്കുന്നവരല്ല, 4 അധ്യായം വായിക്കുന്നവർ. ഓക്കെ, 3 അധ്യായം വായിക്കുന്നവരെന്ന് കൈ ഓക്കെ. ഇനി താഴോട്ട് ഞാൻ പോകുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ യാത്രയ്ക്കകത്ത് ലോകത്തിൻ്റെതായ ഉച്ചസൂര്യൻ നിന്റെ ആത്മീക ജീവിതത്തിൻ്റെ, നിന്റെ ഭൗതിക ജീവിതത്തിൻ്റെയും മേഖലയ്ക്കകത്ത് ശക്തിയോടെ അടിക്കുമ്പോൾ നിനക്ക് നിലനിൽക്കാൻ കഴിയാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് ചോദിച്ചാൽ നിനക്ക് ആഹാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച പാസ്റ്റങ്ങൾ തരുന്ന ഒരു ബിരിയാണി കഴിച്ചിട്ട് ആ ആഴ്ച മുഴുവൻ നിൽക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ നിലനിൽപ്പ് വളരെ കഷ്ടമായിരിക്കും. എന്നാൽ ദിനംതോറും വചനവുമായുള്ള ബന്ധത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ലോകത്തിന്റെ ഒരു പൈശാചിക മണ്ഡലത്തിനോ അടിയറോ പറയുവാ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നിനക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, അതിൻ്റെ ഒരു കാര്യമുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റൂല്ലേ? എന്നെ നോക്കി, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷെ വചനം എടുക്കുന്ന സമയത്ത് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടോ? വചനം എടുക്കുന്ന സമയത്ത് ക്ഷീണം വരുന്നുണ്ടോ? വചനം എടുക്കുന്ന സമയത്ത് മന്ദത വരുന്നുണ്ടോ? എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? നിന്റെ ഉള്ളിൽ ബന്ധനമുണ്ടെന്നാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ വചനം നിന്റെ അന്തരാത്മാവിൽ ഇറങ്ങുമ്പോൾ നിന്നിലെ ഇരുട്ട് മാറുമെന്ന് പിശാചിന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ദൈവവചനം എടുക്കാൻ നിന്നെ അനുവദിക്കാത്തത്. ഇത് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുകയാ, നീ ദൈവവചനത്തിലേക്ക് മടങ്ങി വാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആത്മനിയോഗത്തോടെ സഭ പുറത്തു വരിക. ഓ റബഗമനഗജഗന പ്രവർത്തനാജനസി അടഗജാനഗജഗന. ഇന്ന് രാത്രിയിലെ ഈ മീറ്റിങ്ങിനകത്ത് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുക. ഈ മീറ്റിംഗ് സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് വിചാരിക്കുക. നമ്മളെല്ലാം കൂടി കരം കോർത്തു പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് കൽപ്പിച്ചാൽ ഇരുട്ട് മാറത്തില്ല. ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞു പോയ ബൾബിൻ്റെ സ്വിച്ച് ഒന്നിട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ കയ്യിലുള്ള ദൈവത്തിൻ്റെ വചനം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. ആമേൻ. ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് ബൈബിൾ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിന്നെ തന്നെ സ്വയം ശോധന ചെയ്യണം. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്? ഹല്ലേലൂയ. ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഓ, ഈ കറുത്ത് തടിച്ച പുസ്തകം എടുത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ കള്ളത്തരമാ. ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമാ. അങ്ങനെയാണെങ്കിൽ കോട്ടയം ബൈബിൾ സൊസൈറ്റിയിലെ ചുമട്ട് തൊഴിലാളികൾ എന്നേ അനുഗ്രഹിക്കപ്പെടണം.
അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ബൈബിൾ 50 എണ്ണം വെച്ച തലയെ ചുമട് ചുമക്കുന്നത്. അവരാരും എന്ത് ചെയ്തിട്ടില്ല. ഇത് കയ്യിലെടുക്കുന്നവനല്ല സാറേ അനുഗ്രഹിക്കപ്പെടുന്നത്, ഇത് ആദരത്തിൽ എടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഇത് ഹൃദയത്തിൽ വഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വചനം വായിക്കുകയോ കേൾക്കുകയോ അനുസരിക്കുകയോ പ്രമാണിക്കുകയോ ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ദൈവവചനം ഇന്ന് പകലിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമുക്ക് എത്ര സെൻസ് ഉണ്ട്? നമ്മുടെ ശരീരത്തിൽ എത്ര സെൻസ് ഉണ്ട്? എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ ഒന്ന് പറഞ്ഞേ? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, അല്ലേ? 5 ഇന്ദ്രിയങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ എത്ര ഇന്ദ്രിയം വർക്ക് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുമ്പോൾ വാ കൊണ്ട് പറഞ്ഞ്, ചെവി കൊണ്ട് കേട്ട്, ബ്രീത്ത് എടുത്ത് 3 ഇന്ദ്രിയങ്ങളാണ് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നേ. എന്ത് പറഞ്ഞേ? കണ്ണുകൊണ്ടോ? കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. സ്തോത്രം. 3 ഇന്ദ്രിയങ്ങളെ വർക്ക് ചെയ്യുന്നേ. ഓക്കെ. പാപം ചെയ്യുമ്പോൾ എത്ര ഇന്ദ്രിയങ്ങളെ വർക്ക് ചെയ്യുന്നേ? കണ്ണ്, വായ, ചെവി, ബ്രീത്ത് എടുക്കുന്നു, ത്വക്ക്. 5 ഇന്ദ്രിയങ്ങളും പാപം ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? ഈ ഇന്ദ്രിയങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പിശാച് കൊണ്ടുപോയപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നീതിയുടെ ആയുധമായി പിടിക്കണമെങ്കിൽ ഒറ്റ കാര്യത്തിനെ പറ്റത്തുള്ളൂ, ദൈവവചന വായനയ്ക്ക്. കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട്, വാ കൊണ്ട് പറഞ്ഞ്, ചെവി കൊണ്ട് കേട്ട്, ബ്രീത്ത് എടുത്ത്, കൈ കൊണ്ട് തൊട്ട്, പാപത്തിനടിമയായ നിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി വചനത്തിന് സമർപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുമ്പോൾ എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? കർത്താവേ, അങ്ങയുടെ വചനത്തിനകത്ത് ഞാൻ എന്നെ തന്നെ ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുകയാ. ആമേൻ. സാറേ, നീ എങ്ങനെയാ ജനിച്ചേ? വീണ്ടും ജനിക്കപ്പെട്ട ആളുകൾ എങ്ങനെയാ ഉണ്ടോ ഇതിനകത്ത്? വീണ്ടും ജനിക്കപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി സ്വത്രം പറഞ്ഞാട്ടെ. ആമേൻ. എങ്ങനെ ജനിച്ചേ? എങ്ങനെ ജനിച്ചേ? യേശുവിനെ രക്ഷകനായി. അതിന് കാരണം എന്താ? ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വന്നു, അല്ലേ? ആരോ പ്രസംഗിച്ചു കേട്ട ദൈവത്തിന്റെ വചനം, ഏതോ ട്രാക്റ്റ് വായിച്ച് കേട്ടത്, ഏതോ കവലപ്രസംഗം കേട്ടത്, ആ വചനം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തു? വിശ്വാസമായി പരിണമിച്ചു. അതിനുശേഷം നമ്മൾ ദൈവകുടുംബത്തിൽ അംഗമായി മാറി. ബൈബിൾ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടാത്ത ബീജമായ ദൈവത്തിന്റെ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഒരപ്പനും അമ്മയ്ക്കും തലമുറ ഉണ്ടാകുന്നത് പോലെ തന്നെ കെടാത്ത ബീജമായ ദൈവത്തിന്റെ വചനം വിശ്വാസമെന്ന യൂട്രസിലേക്ക് വീണ് അതിന്മേൽ പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്ന ദൈവിക പദ്ധതിയുടെ സമയമായപ്പോ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാക്കി നമ്മളെ ഓരോരുത്തരെ കണ്ട് സെലക്ട് ചെയ്ത നമ്മെ ആക്കി വെച്ച ദൈവിക പദ്ധതികളെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ തമ്പുരാന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ജനിച്ചത് വചനത്താലാ. ഉറപ്പായോ? ജനിച്ചത് എന്താ? ഉറക്കെ പറഞ്ഞേ. അയ്യോ, ഇങ്ങനാണോ പറയുന്നേ? ഉറക്കെ പറ. വചനത്താലാ ജനിച്ചത്. ആഹാരമാക്കേണ്ടത് എന്താ? ദൈവത്തിന്റെ വചനം. ബൈബിൾ പറയുന്നു, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എൻ്റെ ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയതാ. അത് പാലെന്ന സമീകൃത ആഹാരത്തെക്കാട്ടിൽ മതിയായതാ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നിനക്ക് ആരോഗ്യമുണ്ടാകണമെങ്കിൽ വചനമെന്ന ആത്മാവിന്റെ ആഹാരം കഴിക്കേണ്ടതിന് നീ ഒരിക്കലും ലജ്ജിക്കരുത്. ഇന്ന് പകൽ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ ദൈവം എൻ്റെ വായിൽ വചനത്താൽ നിറയേണ്ടതിന് ഞാൻ എൻ്റെ ആദരത്തെ ഇന്ന് പകൽ വിട്ടുകൊടുക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നാട്ടിൽ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. പാവപ്പെട്ട ഈ അമ്മച്ചി കഷ്ടപ്പെട്ട് ഒരു മോനെ വളർത്തി. അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവൻ പഠിച്ചു വളർന്നു വലുതായി. എൻ്റെ ചെറിയ പ്രായമാണ്.
ഇവന് ഗൾഫിലേക്ക് പോകാൻ ഒരു സാധ്യതയുണ്ടായി. അവൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് അമ്മച്ചിയോട് പറഞ്ഞു, ഇനിയും വയറ് മുറുക്കി കൊടുത്ത് ജോലി ചെയ്യണ്ട, ഞാൻ പോയിട്ട് പൈസ അയച്ചു തരാം. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ പൈസ അയച്ചു തരാം. ഒത്തിരി സന്തോഷമായി. 1 മാസം കടന്നുപോയി. ഗൾഫിൽ നിന്ന് ലെറ്റർ വന്നു. വളരെ സുഖകരമായി ഇരിക്കുന്നു, കാര്യങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്നു. ഈ അമ്മച്ചിക്ക് എഴുത്തും വായനയും അറിയത്തില്ല. അടുത്തുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ചാണ് വന്ന് വായിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ടിട്ട് അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. തിരിച്ചെഴുതാൻ അമ്മച്ചിക്ക് അറിയാത്തത് കൊണ്ട് മോൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അമ്മ ഇങ്ങോട്ട് എഴുതണ്ട, ഞാൻ എഴുതിക്കൊള്ളാം. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ വീട്ടിൽ ആഹാരം വെക്കുന്നില്ല. നാട്ടുകാർക്കെല്ലാം മനസ്സിലായി ഈ വീട്ടിൽ ആഹാരമില്ലെന്ന്. എന്തെന്ന് ചോദിച്ചാൽ ആ വീട് പുകയുന്നില്ല. അയൽവക്കക്കാർ സഹായിക്കാൻ തുടങ്ങി, അയൽവക്കക്കാർ കാര്യങ്ങൾ ആരായാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, അവൻ പൈസ അയക്കുന്നില്ല. അവിടുത്തെ മെമ്പർ വന്നിട്ട് അമ്മച്ചോട് ചോദിച്ചു, അവൻ പൈസ അയക്കുന്നില്ലേ? ഇല്ല മെമ്പറെ, അയക്കുന്നില്ല. ആ ലെറ്ററെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ലെറ്ററിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളുണ്ട്, എല്ലാ കാര്യം എഴുതിയിട്ടുണ്ട്, സുഖവിവരങ്ങളുണ്ട്. ഇതെല്ലാം വായിച്ചറിഞ്ഞ മെമ്പർ 3ാം പേജ് കഴിഞ്ഞപ്പോൾ ഒരു 10,000 രൂപയുടെ DD ഇരിക്കുകയാണ്, ചെക്ക്. അമ്മച്ചിക്കത് പേപ്പറാ. കഴിഞ്ഞ 4 മാസമായിട്ട് പയ്യൻ 10,000 വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്മച്ചിക്കത് എന്താണ്? പേപ്പറാ. 40,000 രൂപ കൈ വെച്ചിട്ടാണ് അരിയാഹാരമില്ലാതെ അയൽവക്കത്തെ വീട്ടിലെ ആശ്രയിക്കുന്നത്. അത് കൊണ്ടുപോയി ബാങ്കിൽ മാറിയാലേ അമ്മച്ചിയുടെ വിശപ്പ് മാറത്തുള്ളൂ. ഇത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം പേപ്പറാ. ഇത് വിശ്വാസത്താൽ മാറിയെടുക്കുവാൻ അഭിഷേകം പ്രാപിച്ച ആത്മചൈതന്യമുള്ള ദൈവമക്കളുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഒന്ന് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാമോ? കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞാൻ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നത് എന്നെ തന്നെ വിധേയപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം തേനിലും തെൻകട്ടയിലും മധുരമുള്ളതാ. ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാ. ഇന്ന് പകൽ ഈ വചനം മറന്നിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല, വചനത്തിലൂടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് സഭയെ ഇന്ന് രാത്രി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്ത ദൈവത്തിന്റെ വചനത്തെ അക്ഷരമായി നിന്റെ കരകൾ തന്നിരിക്കുമ്പോൾ ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. നീ തയ്യാറാവുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ നിന്റെ വീടിനകത്ത് നടത്തേണ്ടതിന് ദൂതന്മാരാ തമ്പുരാനതിനെ കാര്യ നടപടികൾ ക്രമീകരിക്കും. കൈയടിക്കുകയാണ്. നന്നായി കൈയടിച്ച് കർത്താവിന് നന്ദി പറയണം. നിന്റെ അകത്തുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ വചനമെന്ന ദൈവത്തിന്റെ പ്രകാശം അകത്തേക്ക് അടിക്കട്ടെ. പ്രവചന പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ അടങ്ങിയിരിക്കാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയോ ഞാൻ പറഞ്ഞ കാര്യം നിവർത്തിക്കുകയോ ചെയ്യോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവവചനം നീ വാതുറന്ന് പറയുമ്പോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഇന്ന് രാത്രി സംഭവിക്കും. ആർക്ക് സ്വീകരിക്കാൻ പറ്റും? ആർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റും? Come on church, come on church, come on church. La raba shatu ligi managa adaga jagana rega jagana thara
ഇന്ന് പകൽ ആത്മാവിനെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വചനത്തിന്റെ ലഭ്യത ഇന്ന് അധികമായി നമുക്കുണ്ട്. എന്നാൽ ഈ വചനത്തെ അകത്താക്കത്തക്ക നിലവാരത്തിൽ നീ ഒരുക്കപ്പെടുമെങ്കിൽ പ്രാർത്ഥിച്ച് സൗഖ്യമാവൂന്നല്ല ദൈവവചനം പറയുന്നത്. അവൻ അവരെ വചനം അയച്ച് വിടുവിച്ചു. ആമേൻ. യേശു അത്ഭുതം ചെയ്തതെല്ലാം വചനത്തെ ഉറപ്പിക്കേണ്ടതിനാ. പ്രൈസ് ഗോഡ്. ഇത് രാത്രി ഞാൻ നിങ്ങളുടെ പ്രവചനാത്മാവിൽ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രവചനാത്മാവിൽ സംസാരിച്ചാൽ അത് വ്യക്തിപരമായുള്ള വിടുതലേ ആകത്തുള്ളൂ. എന്നാൽ സഭയ്ക്ക് മുഴുവനോ ഒരു വിടുതൽ ആവശ്യമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വചനത്തിനകത്തൂടെ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ മടുത്ത മനസ്സോടെ അല്ല, ക്ഷീണിച്ച മുഖത്തോടെ അല്ല, ആത്മാവിന്റെ ചൈതന്യത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. Hey, labra tabaraba. Warthamana rabala baudiyalaga. Adaba rabagamanaga jagana prabarthana janaga jagana. Yes. La raba nahadura balahaduri bigivanaga jana. Antara bala baudiri bagabala rabak shamdana ragaja. Holy baba baba raba shamtha baraba la baudaba. Dhira jagana raga jagana shauda rabagamanaga. ആമേൻ. അപ്പൊ ജനിച്ചത് എന്തിനാലാ? വചനത്താലാ. ജീവിക്കേണ്ടത് എന്തുകൊണ്ടാ? വചനത്താലാ. ആമേൻ. വചനം എന്ത് ചെയ്യണം? ആഹാരമാക്കി ഭക്ഷിക്കണം. വചനം ഭക്ഷിച്ചെങ്കിൽ മാത്രമേ നിന്റെ അകത്തെ മനുഷ്യൻ വളരത്തുള്ളൂ. ആമേൻ. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം സംസാരിക്കുന്നത് എങ്ങനാ? ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനം എന്താണ്? ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാ. അത് എവിടേക്കാണ് കയറുന്നത്? ആത്മാവിനെ. ആത്മീകമായിട്ട് ഉയരാൻ ആഗ്രഹമുണ്ടോ? നീ ശുശ്രൂഷിക്കുമ്പോൾ അത്ഭുതം നടക്കണോ? ആഗ്രഹമുള്ളവരുണ്ടോ? നീ നിൽക്കുമ്പോൾ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രൊഫറ്റിക്കൽ റലത്തിൽ ചലിക്കാൻ ആഗ്രഹമുണ്ടോ? രോഗസൗഖ്യ അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? കുറുക്കു വഴി ഒന്നുമില്ല. ഒരുവൻ ആത്മീകമായി വളരണമെങ്കിൽ വചനം പറയുന്നു, ഇരുവായ്ത്തലുള്ള ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാളിനെ സ്വീകരിക്കണം. പ്രൈസ് ഗോഡ്. ഒരു ഡോക്ടറാകുവാൻ എത്ര വർഷമെടുക്കും? എത്ര വർഷമാ MBBS കഴിയാൻ? 5-6 തോറ്റു പഠിക്കുന്നുണ്ടാന്ന് അങ്ങനെ പറഞ്ഞേ. 5 വർഷം അല്ലെ 6 വർഷം. ഓക്കെ, നിങ്ങൾ 6 വർഷം ഇരുന്നോട്ടെ. ഓക്കെ, PG എടുക്കണ എത്ര വർഷമാ? എത്ര? 2-3? 3 വർഷം. ഓക്കെ, സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കുക എത്ര വർഷമാ? 1 വർഷമോ 2 വർഷം? എത്ര? 2 വർഷം. ഓക്കെ, എല്ലാം കൂടി ഒരു 10 വർഷം. എല്ലാം കൂടെ ഒരു 10 വർഷം. 9-10 വർഷം കല്യാണത്തിന് പോകാതെ, മര്യാദയ്ക്ക് നല്ല ഫുഡ് കഴിക്കാതെ, സുഖമായിട്ടുറങ്ങാതെ, പ്രൈസ് ഗോഡ്, ഒറ്റ ലക്ഷ്യത്തോടെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു ഡോക്ടറായി പുറത്തു വരുന്നത്. അല്ലേ? ആണോ ഇല്ലയോ? ഒരു എൻജിനീയർ നല്ലൊരു എൻജിനീയറായി പുറത്തു വരുന്നത് എത്ര വർഷമാണ്? BTech 4 വർഷം, MTech 2 വർഷം, പിന്നെ ഡിപ്ലോമ കോഴ്സുകളെല്ലാം കൂടെ 1-2 വർഷം, 8 വർഷം അല്ലെങ്കിൽ 6 വർഷം, 7 വർഷം നോക്കിക്കോ. എല്ലാം കൂടെ ഫോക്കസ് ചെയ്ത് വേറെ ഒരു പരിപാടിക്കും പോകാതെ അതിന് മാത്രം 8 വർഷം 7 വർഷം സമയം കൊടുത്ത് ഒരു എൻജിനീയർ പുറത്തു വരികയാണ്. അത്ഭുതവും അടയാളവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിൽക്കുമ്പോൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഭിഷക്തയെ എത്ര സമയം നീ വചനത്തിൽ ഇരിക്കുന്നുണ്ട്?
ഒരു ദിവസം 2 അധ്യായം വായിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ. എന്നിട്ടല്ലേ നീ പറയുന്നത് എനിക്ക് അസാധാരണമായിട്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, നീ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, ഇത് ആരുടെയും കുത്തവക അവകാശമല്ല. നീ വചനത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമെടുത്താൽ, നീ നിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടല്ലേ നീ വചന വായനയ്ക്ക് സമയം കൊടുക്കുന്നേ. മോടെ കാര്യവും മോൻ്റെ കാര്യവും റേഷൻ കടയിലെ കാര്യവും കോഴിയുടെ കാര്യവും വീടിൻ്റെ കാര്യവും ആധാരത്തിൻ്റെ കാര്യവും ആധാർ കാർഡിൻ്റെ കാര്യവും കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വായിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന അന്തരീക്ഷത്തെ, അങ്ങനെയുള്ള അച്ചാച്ചന്മാരെ പറ്റിയല്ല ഇന്ന് രാത്രി ഞാൻ പ്രസ്താവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിച്ച് വായിച്ചു നോക്കുവേ, അതിലൊന്നും ഇണയില്ലാതെ ഇരിക്കുകയില്ല. ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയട്ടെ, വചനത്തെ തപ്പി നടന്ന് വചനത്തിലുള്ള നിധിയെ കണ്ടെത്തുക ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്ത സീസൺ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ ദൂതായി വിളിച്ചു പറയട്ടെ. എൻ്റെ പ്രസംഗം ചിലപ്പോൾ നിങ്ങൾക്ക് കുത്തുകൊള്ളുന്ന പോലെ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിനകത്തൊരു ക്രമീകരണത്തിലേക്ക് നീ മടങ്ങി വരുമെങ്കിൽ നിന്റെ ലൈഫിനെ അടുത്ത നിലവാരത്തിലേക്ക്, ആത്മീകമായ അടുത്ത അന്തരീക്ഷത്തിലേക്ക്, അടുത്ത ഉന്നത പദവിയിലേക്ക് എൻ്റെ ദൈവം ഉയർത്താൻ ശക്തനാണ്. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പൈശാചിക ആധിപത്യം പൊട്ടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അതിനകത്ത് നീ വചനത്താൽ നിറഞ്ഞവനെ കാണുമ്പോൾ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, വചനത്തിന്റെ നിറവായിരുന്ന യേശു കർത്താവ് സാത്താനെ വിട്ടുപോകാൻ പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയത് നിന്നിലൂടെ വെളിപ്പെടുന്നത് ലോകം കാണുവാൻ അധികം വൈകത്തില്ല. നീ വചനത്തിലേക്ക് മടങ്ങി വാ. ഈ സന്ദേശത്തെ സ്വീകരിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ഈ സന്ദേശത്തെ സ്വീകരിക്കണം. അത് ബുദ്ധിയിലേക്കല്ല സ്വീകരിക്കേണ്ടത്, ഹൃദയത്തിന്റെ മാംസഫലകകളിലേക്ക് ആത്മശക്തിയെ സ്വീകരിച്ചുകൊണ്ട് അന്യഭാഷയോടെ ഈ വചനത്തെ ഒന്ന് ഏറ്റെടുക്കുക. അസാധാരണമായ ദൈവിക മൂവുകളെ സഭ കാണാൻ പോകുകയാ. വർദ്ധമാന ശാന്തന രഗജഗന അടകജകൻ ആത്മീക വർദ്ധ. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും, അടുത്തത് ആത്മാവിനെയും സന്ധിമജ്ജകളെയും പ്രാണനെയും. എന്താണ് പ്രാണനെയും? എന്താ പ്രാണൻ? അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ്, അവിടെയാണ് ചിന്തകൾ, അവിടെയാണ് ഇമോഷൻസ്. പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പാസ്റ്ററെ ഞാൻ ഉപവസിക്കുന്നുണ്ട്, പാസ്റ്ററെ ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോകുന്നുണ്ട്. പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് അനാവശ്യമായ ചിന്തകൾ വന്നിട്ട് എൻ്റെ മനസ്സിനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന, പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, ദൈവഹിതമില്ലാത്ത വഴികളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജഡീക ശക്തി എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ട് അതെന്നെ വിട്ടുപോകുന്നില്ല പാസ്റ്റർ. അത് കാരണം എൻ്റെ കണ്ണുഭാവത്തിലേക്കാ, എൻ്റെ ഹൃദയം ഭാവത്തിലേക്കാ അരുതാത്തത് കാണുന്നുണ്ട്, അരുതാത്തത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആരോ അങ്ങനെ പറയുന്നില്ലേ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, നിന്റെ പ്രാണന്റെ മണ്ഡലത്തെ വിടുവിക്കത്തക്ക നിലവാരത്തിൽ ഒന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമാ. ഈ വചന നിന്റെ പ്രാണന്റെ മീതെ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലം എന്താണോ അതിനെ ഇരുവായ്ത്തലയുള്ള ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന് വെട്ടിക്കളയോ. Come on church, come on church. Lata rabase. La praba rata da shara para. Libra thana jana raga thana jana. സ്വീകരിച്ചോ ഈ വചനത്തിന്റെ വിടുതൽ? ഈ സമയം തന്നെ സ്വീകരിച്ചോ. ഇന്ന് രാത്രി തന്നെ ദൈവത്തിന്റെ ഇടപെടലിന്റെ രാത്രിയാക്കി ദൈവാത്മാവ് ഇതിനെ മാറ്റുകയാ. ആ പൈശാചിക ആധിപത്യം നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, നിന്റെ തലമുറയിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ, നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. യെസ്, നിന്റെ ആത്മീകതയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പോലും കുറ്റബോധത്തിലാക്കുന്ന ദുരാത്മ മണ്ഡലമേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇതിനെ പൊട്ടിക്കുകയാ. Come on church, come on church. ലാഠാ ബാറാ ബാല ബാര. എല്ലാ കണ്ണുകളെയും അടച്ചേ ആത്മാവിൽ ആരാധിക്ക്.
അടക റഗന റഗന ധരക ജരക ധരക ധരക. ഈ വചനത്തിന്റെ വെളിപ്പാടിൽ ആരാധിക്കുക. ആ പാപത്തിന്റെ സകല വ്യക്തിത്വങ്ങളെയോ, പാപത്തിന്റെ സകല ലാഞ്ചനകളെയോ, പാപത്തിന്റെ സകല പ്രകൃതികളെയോ ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ മുറിക്കുകയാ. Come on, church. La bra ba 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 ba. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, സന്ധി മജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നു. എന്താ സന്ധി? ജോയിൻസ്. മജ്ജ എവിടെ ഇരിക്കുന്നേ? അസ്ഥിക്കകത്ത്. എവിടെ മജ്ജ ഇരിക്കുന്നേ? തൊലിപ്പുറത്തോ? അസ്ഥിക്കകത്ത് മജ്ജ. ആമേൻ. ഇതിന്റെ മജ്ജയ്ക്കകത്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് ഡോക്ടറിന് അറിയണമെങ്കിൽ ഡയഗ്നോസ് ചെയ്താലേ പറ്റത്തുള്ളൂ. MRIയോ CTയോ എടുത്തിട്ട് ഡോക്ടറിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളോട് സംസാരിക്കും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന്. അത് മനസ്സിലാക്കി വരാൻ തന്നെ നമുക്ക് 2 ദിവസം എടുക്കും. അടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് അതിൻ്റെ ഫോളോ അപ്പ് നടത്താൻ സമയം വീണ്ടും എടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നിന്റെ അസ്ഥിക്കകത്ത് മജ്ജയ്ക്കകത്തുള്ള രോഗത്തെ ഇരുവായ്ത്തലയുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന സൗഖ്യദായകന്റെ വാക്ക് ഇങ്ങനെ പറയുന്നേ, അവൻ എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു, എൻ്റെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വാഗ്ദത്ത വചനത്തെ അതരത്തിലൊന്ന് എടുത്തു പറയാൻ പറ്റുമോ? ഇൻസ്റ്റന്റ് ഹീലിംഗ് സംഭവിക്കും. ഇൻസ്റ്റന്റ് ഹീലിംഗ് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇൻസ്റ്റന്റ് ഹീലിംഗ് സംഭവിക്കും. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. നാളുകളായി രോഗത്താൽ കെട്ടിയിട്ടിരുന്ന അന്ധകാരത്തിന്റെ സകല ആധിപത്യങ്ങളെയും അഭിഷേകത്തിന്റെ ബുദ്ധിയാൽ ഇന്ന് രാത്രി ഉടയ്ക്കുകയാണ്. അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. നിനക്കിനി സമയമില്ല. ഇത് യേശുവിന്റെ രക്തത്തിന്റെ വിലയാ. എന്റെ ശരീര പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ. രോഗത്തെ, അതിന്റെ സ്വാധീനങ്ങളെയും അതിന്റെ റൂട്ടുകളെയും അതുമായി ബന്ധപ്പെട്ട സകല സ്പിരിറ്റുകളെയും യേശുവിന്റെ അധികാരത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു. Out in the name of Jesus. Come on, church. Hey, come on, raba, 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 raba. അന്യഭാഷയിൽ ആരാധിക്കാൻ കഴിയുന്നവർ ഈ സമയം മിസ്സാക്കരുത്. This is our time. ദൈവശക്തി സൗഖ്യമായി, വിടുതലായി. Oh, power of the Holy Ghost. Power of the Holy Ghost. La rabala bauda ribaga bala raba shamdhara rabala. Ribar thaba raga jana raga dhana jana dhana jana. ഇത് രാത്രിയിൽ ആ സൗഖ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഉദരങ്ങളിൽ വ്യാപരിക്കുന്ന രോഗശക്തികളെ ആത്മമണ്ഡലത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവശക്തിയെ ഇന്ന് രാവിലെ, ഇന്ന് രാത്രി ആത്മാവ് ഞങ്ങൾ സ്വീകരിച്ച് റിലീസ് ചെയ്യുകയാണ്. ആമേൻ, ആമേൻ. അപ്പം ജനിച്ചത് വചനത്താല ആണോ? ജീവിക്കേണ്ടത് എന്തുകൊണ്ടാ? ആത്മീകമായി വളരണം എന്തുകൊണ്ടാ? വചനത്താല. പ്രാണന്റെ മേഖലകളെ ജയിക്കേണ്ടത് എന്തുകൊണ്ടാ? കേട്ടില്ല? വചനത്താല. ശാരീരിക രോഗത്തെ സൗഖ്യമാകുന്നത് എന്തുകൊണ്ടാ? ഓ ജീസസ്. വചനമില്ലാത്തൊരു പരിപാടിയില്ല. വചനമില്ലാത്തൊരു പരിപാടിയില്ല. വചനമില്ലാത്തൊരു പരിപാടിയില്ല. വചനത്താൽ പ്രാർത്ഥിക്കുന്ന തലമുറ എഴുന്നേൽക്കട്ടെ.
ധാര ധാര. ലാ റാ ധാ ബാ റാ ബാ റാ. ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത്. എൻ്റെ ചോദ്യം, പിശാച് നമ്മളോടാണോ പോരാടുന്നത്, നമ്മൾ പിശാചിനോടാണോ പോരാടുന്നത്? പിശാച് നമ്മളോടാ പോരാടുന്നത് എന്നുള്ളൊരു കൈവക്കി. ആരുമില്ല. നമുക്ക് പിശാചിനോടാ പോരാട്ടം എന്നുള്ളത് കൈവക്കി. 3 പേര്, 4, 5. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളതിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങോട്ടും വേണ്ട അങ്ങോട്ടും വേണ്ട, നമുക്കൊരു കോംപ്രമൈസിൽ. പ്രൈസ് ഗോഡ്. ബൈബിൾ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വലോകങ്ങളുടെ ദുഷ്ടാത്മാ സേനകളോടും. അപ്പൊ നമ്മളെ കർത്താവ് പോരാടാൻ ഏൽപ്പിച്ചേക്കുന്നേ. ഒരു യുദ്ധക്കളത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്, മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് പോരാടാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞതും കറക്റ്റ് ആവും. നമ്മൾ പോരാടാൻ മറന്നാൽ പിശാച് വന്നിട്ട് ജീവനുണ്ടോയെന്ന് ഒന്ന് ചൊറിഞ്ഞ് നോക്കും നമ്മളെ. അന്നേരം അവൻ നമ്മളോട് ചെറുതായിട്ടൊരു ഫൈറ്റ് എടുക്കും. അമ്മ പറയും, അയ്യോ അയൽവക്കത്തെ രമണി ചേച്ചി, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, അയൽവക്കത്തെ രമണി ചേച്ചി കോഴിക്കിട്ട് കല്ലെറിയുക. ഭയങ്കര പോരാടിയതല്ല സാറേ, നീ ഉറങ്ങുന്നോണ്ട് പിശാച് നോക്കിയതാ. എണ്ണിക്കുമ്പോൾ ഇന്നെങ്കിലും ഒരു ശാസന കിട്ടുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ ഏൽപ്പിച്ചേക്കുന്ന പോരാടാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാ. ഈ വിശ്വാസ ജീവിതത്തിന്റെ പോർക്കളത്തിൽ ആത്മീകമായി പോരാടേണ്ടതിന് ദൈവം കണ്ടിരിക്കുന്ന സഭ ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്നു പോരാടുന്നവരായിട്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. പോരാടാൻ നിനക്ക് ആയുധമുണ്ട്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഉറക്കെ പറഞ്ഞേ, ജഡീകങ്ങളല്ല പിന്നെ എന്നാ? ജഡീകമല്ല പിന്നെ എന്നാ? കോട്ടയൊക്കെ ഇവിടെ കിടക്കട്ടെ. ജഡീകമല്ല പിന്നെ എന്നാ? ആത്മീകമാണ്. ആമേൻ. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല പിന്നെ എന്നാ? ആത്മീകമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ രാജ്യം എൻ്റെ ആയുധം ജഡീകമല്ല പിന്നെ എന്താണ്? ആത്മീക. എന്താ എൻ്റെ ആത്മീക രാജ്യത്തിലെ പോരാടാനുള്ള ആയുധം? അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക, എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുക്കുക, രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കുക. ഇത്രയും സാധനവും നിന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാ. പിശാച് ഞോണ്ടാനെങ്ങാനും വന്ന തൊടാതിരിക്കത്തക്ക നിലവാരത്തിൽ നിന്നെ ഇത്രയും ദൈവിക പ്രൊട്ടക്ഷൻ കൊണ്ട് ദൈവം സംരക്ഷിച്ച് ആത്മീക ആയുധത്താൽ തമ്പുരാൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാ. അത് ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് ഉപയോഗിക്കണം. രാവിലെ എഴുന്നേറ്റത് പറയണം, എൻ്റെ ആരയ്ക്ക് സത്യമാ, നീതി എന്ന കവചത്താലാ. എൻ്റെ കാലിന് ഷൂ ആയിട്ടുള്ളത് സുവിശേഷകന്റെ അധരമാ, സുവിശേഷകന്റെ ദൗത്യമാ. ആമേൻ. എൻ്റെ ശിരസ്ത്രമായിട്ടുള്ളത് രക്ഷയാ. ആമേൻ. വിശ്വാസം എന്നത് പൈശാചിക മേഖലകളുടെ സകല അമ്പുകളെ തകർക്കുന്ന പരിചയ. എന്നാൽ നിനക്ക് പിശാചിനെ കയറി വെട്ടാൻ ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അത് ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ. ഈ ദൂത് പിടികിട്ടി എത്ര പേരുണ്ട്? ക്യാമറയിലേക്ക് നോക്കാനല്ല ഞാൻ പറഞ്ഞത്, ദൂത് പിടികിട്ടി എത്ര പേരുണ്ട്? ഇത് മകൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, ജനിച്ചത് വചനത്താലാ, ആഹാരമാക്കേണ്ടത് വചനമാ, ആത്മീകമായിട്ട് ഉയരേണ്ടത് വചനത്താലാ, മാനസിക മേഖലകളെ ജയിക്കേണ്ടത് വചനത്താലാ, ശാരീരിക മണ്ഡലത്തിന് വിടുതൽ കൊണ്ടുവരേണ്ടത് വചനത്താലാ. ഇത് മകൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, ഈ പോരാട്ടക്കാലത്തില് ജയിക്കത്തക്ക നിലവാരത്തില് നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന വാളെന്തെന്ന് ചോദിച്ച ദൈവ വചനമെന്ന ആത്മാവിന്റെ വാള. അർത്ഥമനഗജാന റിബഗമനഗജാന അർത്ഥബലബൗഡി
ആമേൻ. ഞാൻ എൻ്റെ കസിൻസിൻ്റെ പിള്ളേരെയും എൻ്റെ കുറച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ദിവസം അവരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുഴിമന്തി അവൈലബിൾ ആണല്ലോ, അൺലിമിറ്റഡ് ആണ്. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ നേരത്ത് ഞാൻ കസിൻസിൻ്റെ പിള്ളേരോട് പറഞ്ഞു, മക്കളെ, നമ്മൾ ഈ ബോഡിക്ക് പെയിൻ്റ് അടിക്കുന്ന ഈ ആഹാരം എന്ന് പറയുന്നത്, നമ്മൾ ബോഡിക്ക് എന്ത് ചെയ്യുകയാണ്? പെയിൻ്റ് അടിക്കുക ആഹാരം. പക്ഷേ നമ്മുടെ സ്പിരിറ്റിന് ആഹാരം കൊടുക്കാൻ നമ്മൾ മറക്കരുത്. കുഴിമന്തിയുടെ സമയത്ത് എന്ത് സ്പിരിറ്റ്, എന്ത് ആഹാരം. പ്രൈസ് ഗാഡ്. ഈ സമയത്ത് അവന്മാരെന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ചിക്കൻ വന്നപ്പോൾ ഒരുത്തനോട് പറഞ്ഞു, അച്ഛാ സ്പിരിറ്റിന് എങ്ങനെ ആഹാരം കൊടുക്കുന്നേ? ഞാൻ പറഞ്ഞു, അത് ദൈവവചനം വായിക്കണം. ഞാൻ ചോദിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കഴിക്കും, അതിനു മുമ്പ് 2 അധ്യായം വായിക്കണം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ കഴിക്കും, അതിനു മുമ്പ് 2 അധ്യായം വായിക്കണം. അത് പറഞ്ഞ് ഞങ്ങൾ സ്കൂളിലാണ്. ഞാൻ പറഞ്ഞു, വൈകിട്ട് ഡിന്നറിന് മുമ്പ് സ്നാക്സ് കഴിക്കും, സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കും, 2 അധ്യായം വായിക്കണം. പേഴ്സണൽ പ്രെയർ ഉണ്ടോ? ഉണ്ട്, 2 അധ്യായം വായിക്കണം. ഫാമിലി പ്രെയർ ഉണ്ടോ? ഉണ്ട്, 1 അധ്യായം വായിക്കണം. ഡിന്നർ കഴിക്കുമോ? കഴിക്കും, 2 അധ്യായം വായിക്കണം. എപ്പോഴും സ്പിരിറ്റിന് ആഹാരം കൊടുത്തിട്ടേ നീ നിൻ്റെ ബോഡിക്ക് ആഹാരം കൊടുക്കാവൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ തീരുമാനമെടുക്കാമോ? ഏകദേശം 10 അധ്യായം ഒരു ദിവസം വായിക്കത്തക്ക നിലവാരത്തിൽ. എന്താണെന്നറിയത്തില്ല, വളരെ ആവേശത്തോടെ എല്ലാവരും കൈപൊക്കി. ഞങ്ങൾ തീരുമാനമെടുക്കാം. എനിക്ക് മനസ്സിലായി, ഇത് കറക്റ്റ് ഗോൾഡൻ ചാൻസ് ആണ്. അവർക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ കൊടുത്ത ഒരു ശേഷിയാണത്. അവർ തീരുമാനമെടുത്തു. ഞാൻ ആ ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരണം. ഇവരുടെ തീരുമാനത്തെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? ഒരിക്കലും തീരുമാനം കർത്താവ് എടുത്തു തരത്തില്ല. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം അതിനുള്ള എബിലിറ്റി തരും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതിനു വേണ്ട കാര്യങ്ങളെ കർത്താവ് ചെയ്തു തരും. ഞാൻ പ്രാർത്ഥിച്ചു, അവരെല്ലാം വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ പോയി. ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേച്ചിമാർ എന്നെ വിളിക്കാൻ തുടങ്ങി. വിളിച്ച് പറയട്ടാ, ഇവന്മാർ 2 ഇഡലിയൊക്കെ ഇളക്കിയിട്ടിട്ട് കൈ കഴുകിയിട്ട് പോയി വേദപുസ്തകം വായിക്കുന്നു. ഇഡലിയൊക്കെ ഇളക്കിയിട്ടിട്ട് കൈ കഴുകിയിട്ട് പോയി വേദപുസ്തകം വായിക്കും. എന്തുവാന്ന് ചോദിച്ചപ്പം അച്ചാച്ചൻ പറഞ്ഞു, സ്പിരിറ്റിന് ആഹാരം കൊടുത്തിട്ടെ ബോഡിക്ക് ആഹാരം കൊടുക്കാവോ. എന്നോട് ചോദിച്ചു, എന്തുവാ? ഞാൻ പറഞ്ഞു, ഇതേപോലെ വചനം വായിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് പല്ല് തേക്കാതെ ഇഡലി കഴിച്ചുകൊണ്ടിരുന്നവന്മാരാ. സ്തോത്രം. പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോൾ അവന്മാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. ആദ്യം വന്ന് ഇഡലിയെ കൈവച്ച് 2 കുഴ കുഴയ്ക്കുമ്പോൾ അറിയുന്നത് കർത്താവ് വചനം വായിച്ചില്ലല്ലോ, തീരുമാനമെടുത്തു. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിന് ചേഞ്ച് വരാൻ തുടങ്ങി. അവരുടെ സംസാര രീതിക്ക് മാറ്റം വരാൻ തുടങ്ങി. അതിൽ ചിലതിനൊന്നും നല്ല വിദ്യാഭ്യാസം പോലും കിട്ടത്തില്ലെന്ന് ടീച്ചർമാർ പറഞ്ഞതിനെ, എക്സാമിന് എങ്ങനെ ജയിക്കുമെന്ന് പറഞ്ഞതിനെ, ഒരു കുഞ്ഞിന് ചെറിയ ഓട്ടിസത്തിൻ്റെ ലക്ഷണമുണ്ടായിരുന്നു. മാത്സ് ഒരിക്കലും അവന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അവൻ വളരെ ഭാരപ്പെട്ടവനായിരുന്നു. അവൻ ദൈവകരങ്ങളിലേക്ക് കൊടുത്തു. അവൻ വചനം വായിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൻ്റെ എക്സാം വന്നപ്പോൾ ഞങ്ങൾക്കും അറിയാം, അവനും അറിയാം പൊട്ടുമെന്ന്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു, എക്സാമിൻ്റെ സമയം. കേരള സ്റ്റേറ്റിന് ബോർഡിന് എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ CBSEയുടെ 10ാം ക്ലാസ്സിലെ എക്സാം വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഇവൻ എന്നെ ഒരു വിളിച്ചു, അച്ചാച്ചാ ഞാൻ ജയിച്ചു. ദൈവത്തെ മാനിക്കുന്നവനെ എങ്ങനെയാ സാറേ ദൈവത്തെ മാനിക്കാൻ പറ്റുന്നേ? വചനത്തെ മാനിക്കുന്നവൻ. നിനക്ക് നൽകപ്പെട്ട ദൈവത്തിന്റെ വചനം നീ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, +2 കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ബയോളജി സയൻസ് എടുത്ത് +2 പഠിച്ചു. ടീച്ചർമാർ പറഞ്ഞു, ആവറേജ് താഴെയാ, കുഴപ്പമൊന്നുമില്ല, അഡ്മിഷന് പാടായിരിക്കും. അവൻ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു മാർക്കുണ്ട്, പക്ഷേ പോരാ, അടുത്ത് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. അവൻ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ പഠിക്കേണ്ട, എനിക്ക് വിദേശത്ത് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അവന് പ്രയാസമുള്ള കുഞ്ഞാ. അവൻ്റെ ഡാഡ പറഞ്ഞു, പൈസ ഞാൻ തരാം, പക്ഷെങ്കിൽ നീ ബാക്കി കാര്യം മുഴുവൻ സെറ്റ് ചെയ്യണം. അവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചു. അവൻ അവിടുത്തെ കൗൺസിലേഴ്സിനെ കണ്ട് സംസാരിച്ചു. എല്ലാ പേപ്പേഴ്സും അവൻ തന്നെ ഫോർവേഡ് ചെയ്തു. ഇന്ന് ഞാൻ പറയട്ടെ, ഏതാണ്ട് 8, 9, 10 1 വർഷത്തോളം അടുക്കുന്നു. അവൻ ഇന്ന് കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കാനഡയിൽ പോയതിൻ്റെ വലിയ വീരവാദം പറയാനല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഞാൻ കൈയടിക്കാൻ പറയത്തില്ല, ഞാൻ അങ്ങനെ പൊലിപ്പിച്ച് പറയത്തുമില്ല.
കാര്യം എന്ന് ചോദിച്ചാൽ നിന്റെ അകത്തൊരു കത്തലുണ്ടായിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, നീ ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? കർത്താവെ, ഞാൻ ജനിച്ചത് വചനത്താലാ, ഞാൻ ആഹാരമാക്കണമെന്ന് വചനമാ, ഞാൻ ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നത് വചനത്താലാ, മാനസിക മേഖലകൾക്കകത്ത് ജയത്തെ എടുക്കുന്നത് വചനത്താലാ, ശാരീരിക മേഖലയ്ക്കകത്ത് സൗഖ്യമാകേണ്ട ദൈവത്തിൻ്റെ വചനത്താലാ, ഈ ഭൂമിയിൽ പോരാടി ജയിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന വാളാല ഇന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുക്കാൻ പോകുകയാ. ഞാൻ നിങ്ങളൊരു ആഹ്വാനം ചെയ്യട്ടെ. ഇന്ന് രാത്രി ഉപവാസത്തിൻ്റെ 17ാമത്തെ രാത്രിയിൽ നിനക്കൊരു തീരുമാനമെടുക്കാമോ? ഒരു ദിവസം ഒരു 5 അധ്യായം വായിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുന്ന കരമുയർത്തിക്കാട്ടെ. ഈ വചനത്തിൻ്റെ അകത്ത് നിന്ന് എല്ലാ ദിവസവും കേൾവിക്കാരെ പോലല്ല, ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്ന കൈ ഉയർത്തിക്കാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ലാഠാബല ഹടക ജഗന റിബകബനക ജഗന ഹർത്തബല ബൗഡിയ. യേശുവിനെ നിങ്ങളുടെ കരം കാണുന്നില്ല കേട്ടോ, നന്നായി ഉയർത്തിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ഈ അഭിഷക്ത വൃന്ദത്തെ, ഈ ജനത്തെ അങ്ങയുടെ കരത്തിലേക്ക് തരികയാ. ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ഇവരുടെ തീരുമാനത്തെ ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങ് അതിനെ ഉറപ്പിക്കേണ്ടതിന് ദൈവിക നന്മകളാൽ ഇവരെ നിറയ്ക്കണമേ. വചനം വായിക്കാനുള്ള സമയം, അതിനുള്ള പേഷ്യൻസ്, അതിനുള്ള കൃപ, അതിനുള്ള ദൈവിക നന്മകളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവ് കൈമാറി ദൂതന്മാരെ റിലീസ് ചെയ്യുകയാ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ടൈം മാറ്റി വെക്കണം. ഒന്നുകിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ചായയോടൊപ്പം വചനമായിരിക്കണം ഭക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നത് നിങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആത്മീക ഭക്ഷണമായിരിക്കണം ആദ്യം. ആമേൻ. അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. അങ്ങനെ കറക്റ്റ് നിങ്ങൾ ചെയ്താൽ ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആകും. നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആകും. ഇത് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നിന്റെ ലൈഫിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നതാണ്. അത് വേറെ ആർക്ക്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളെടുത്ത ഏറ്റവും മാസീവായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇന്ന് രാത്രിയിൽ. ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ തീരുമാനത്തെ സ്വർഗ്ഗം ഉറപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ഡെലിവറൻസ് സെക്ഷനിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു വിടുതൽ എനിക്ക് വേണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവികമായ ചില വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവ് പകരുമ്പോൾ അതിനോട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുവാൻ സമയത്ത് എടുക്കണം. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഉപവസിക്കുന്നവരാണ്, നമ്മൾ ദൈവകൃപയിലായവരാണ്, നമ്മൾ അന്യഭാഷ പറയുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ അയൽവക്ക കുടുംബങ്ങളെ നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്കില്ലാത്ത അനുഗ്രഹമാണ് അവർക്കുള്ളത്. ഒന്നു മാറി എനിക്ക് പ്രതികൂലമാണ്. രോഗം മാറുമ്പോൾ തലമുറയുടെ വിഷയം മാറുമ്പോൾ വീടിൻ്റെ വിഷയം മാറുമ്പോൾ സാമ്പത്തിക വിഷയം, ഇങ്ങനെ മാറി ഭാരം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കാട്ടെ. കള്ളം പറയരുത്, സത്യസന്ധമായിട്ട് പറയണം. കരമുയർത്താൻ പറയുമ്പോൾ ഇങ്ങനെ വെക്കരുത്, നന്നായി ഉയർത്തണം. യെസ്, ഹല്ലേലൂയ. നിങ്ങളോടുള്ള ദൂത, ഇത് നിങ്ങളോടുള്ള ദൂത. വൈ, എന്തുകൊണ്ടാണ് എനിക്ക് മാറി ഈ പ്രശ്നം വരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പറയും, രോഗമാണെങ്കിൽ പറയും, ഇത് ശൗലിനുള്ളതുപോലെ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നേക്കുക, അല്ലേ? പൗലോസിനുള്ളതുപോലെ ജഡത്തിൽ എനിക്കൊരു ശൂലം തന്നേക്കുക. പൗലോസ് എന്തിനാ ശൂലം കൊടുത്തേ? വെളിപ്പാടിൻ്റെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ ശൂലം കൊടുത്തു. ഈ 2 അധ്യായം പോലും വായിക്കാത്ത അച്ഛൻ എന്തിനാ ശൂലം? 2 അധ്യായം പോലും നന്നായി വായിക്കാത്ത നിനക്കെന്തിനാ ശൂലം? കണ്ണടയ്ക്കുമ്പോൾ ചെലന്തിയെ കാണുന്ന നമുക്കെന്തിനാ ശൂലം? സ്തോത്രം. അപ്പം നമ്മളൊരു കള്ളത്തരം പറഞ്ഞ് അവിടെ നിന്ന് ഒഴിയുവല്ലേ? പിശാചിൻ്റെ തന്ത്രത്തോട് കോംപ്രമൈസ് ചെയ്യുകയല്ലേ? അല്ലേ? ആണോ ഇല്ലയോ? ചില ആളുകൾക്ക് കണ്ണടച്ചാൽ ഭയങ്കര ദർശനങ്ങളാണ്. ഒരാൾ കണ്ണടച്ചിട്ട് ഒരു ദിവസം ദർശനം കണ്ടിട്ട് ഒരു ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഫാസ്റ്റിങ്ങിൽ, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു ദർശനം കാണുന്നു. എന്താണ്? ഒരു ട്രാൻസ്പോർട്ട് ബസ്, ഫാസ്റ്റ് പാസഞ്ചറാ, ഡ്രൈവറും കണ്ടക്ടറേ ഉള്ളൂ, ചുവപ്പും മഞ്ഞയുമാ. പാസ്റ്റർ അർത്ഥം പറയണം. ആരാ? പാസ്റ്റർ അർത്ഥം പറയണം.
പാസ്റ്റർ കണ്ണടച്ചിട്ട് ട്രാൻസ്പോർട്ട് ബസ്, യെസ്. ഫാസ്റ്റ് പാസഞ്ചറാ, ഡ്രൈവറും കണ്ടക്ടറേ ഉള്ളൂ. അതെ, ഭയങ്കര വച്ചാ. പക്ഷെ എന്താ, KSRTC നഷ്ടത്തിലാകാൻ സാധ്യതയുണ്ട്, കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ചിലത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനത്തെയുള്ള ദർശനങ്ങളൊക്കെ പൊട്ടണം. പ്രാപിക്കുകയാണ്, നല്ലത് പ്രാപിക്കണം. ഒരു സ്തോത്രമൊന്നും കേട്ടില്ലല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്ന അനുഗ്രഹം എത്ര തലമുറ വരെ നിലനിൽക്കുന്ന? 1000. ശാപം എത്ര തലമുറ വരെ? 4. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യത്തിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം, നമുക്കെല്ലാം ദാവീദ് രാജാവിനെ അറിയാം, ഇല്ലേ? ദാവീദ് ആരായിരുന്നു? കർത്താവിനെ ആരാധിക്കുന്നവനായിരുന്നു, രാജാവായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു, അല്ലേ? ഈ മനുഷ്യനെ പറ്റി കർത്താവ് സാക്ഷ്യം പറഞ്ഞ എന്താ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് സാക്ഷ്യം കിട്ടിയ മനുഷ്യനാ, അല്ലേ? ഇപ്പം എന്നെപ്പറ്റി സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, കാര്യം എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. കുറച്ചെങ്കിലും അറിയാവുന്ന ജോസച്ചാനേ ഉള്ളൂ, പക്ഷെ സാക്ഷ്യം പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്നെപ്പറ്റി അറിയാവുന്നവർക്കേ എന്നെപ്പറ്റി സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെപ്പറ്റി അറിയാവുന്ന നിങ്ങളുടെ വീട്ടുകാർക്ക് ആദ്യം നിങ്ങളെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നേ? സാക്ഷ്യം പറയാൻ പറ്റുന്നത്. അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും അറിഞ്ഞിട്ടേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും അറിയാവുന്ന ദൈവം ദാവീദിനെ പറ്റി പറഞ്ഞു, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ ദാവീദ് തെറ്റിപ്പോയോ? തെറ്റിപ്പോയോ? എന്താണ്? വ്യഭിചാരം ചെയ്തു, കുലപാതകം ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരമായിരുന്നോ? ദൈവമല്ല പറഞ്ഞു എൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന്. അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കുലപാതകമായിരുന്നോ? ആണോ? എന്തുകൊണ്ട് തെറ്റിപ്പോയി? എവിടെയാണ് ഈ വിഷയം വന്നത്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം ഒരു ഡെലിവറൻസിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമിതാദാബിനെ ജനിപ്പിച്ചു. അമിതാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു. ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. നമുക്കറിയാം, ഈ വേദഭാഗത്തിൽ നമ്മൾ കണ്ടത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയെ പറ്റിയാണ് പറയുന്നത്. ജനനം 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 മാത്രമേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിച്ചു നിർത്തിയത് ഇഷായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിന്റെ അപ്പന്റെ പേരെന്താണ്? ഇഷായി. ദാവീദിന്റെ അപ്പന്റെ പേരെന്താണ്? ഇഷായിയുടെ അപ്പന്റെ പേരെന്താണ്? 2-ാം തലമുറ എന്താണ്? ഓബേദ്. ഓബേദിന്റെ അപ്പൻ 3-ാം തലമുറ ബോവസ്. എന്താണ്? ബോവസ്. 4-ാം തലമുറ അപ്പന്റെ പേരെന്താണ്? ഷൽമോൻ. ഈ 4-ാം തലമുറ അപ്പച്ചന്റെ ഭാര്യയുടെ പേരെന്താണ്? രാഹാബ്. രാഹാബ് ആരായിരുന്നു? വേശ്യാസ്ത്രീ ആയിരുന്നു. അമ്മ ചെയ്ത പാപത്തിന്റെ പരിണത ഫലം വചനപ്രകാരം ദാവീദ് വരെ നിൽക്കാൻ പാടുള്ളൂ. ശാപം എത്ര തലമുറ വരെയാണ്? 4 തലമുറ വരെ. അവിടം കൊണ്ട് കട്ട് ഓഫ് ആകേണ്ടതാ. ഇവിടെ ബൈബിൾ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അടുത്ത തലമുറയിലേക്ക് ഈ ശാപം പാസ് ചെയ്യണമെങ്കിൽ ദാവീദ് പാപം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് രാജ്യം. രാജാവ് മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. തൻ്റെ കണ്ണുകൾ ഊരിയാവിൻ്റെ ഭാര്യയിൽ കുടുങ്ങിപ്പോയി. ജയം പ്രാപിക്കാൻ നിൽക്കുമ്പോൾ, ഒരു ഫലപ്രാപ്തിയുടെ സമയത്ത് താൻ പാപത്തിലേക്ക് വീഴുകയാണ്. ആര് ചെയ്തത്? അമ്മച്ചി ചെയ്തതിൻ്റെ പരിണത ഫലം 4-ാം തലമുറയാകുന്ന കൊച്ചുമകനിലേക്ക് കയറി വരികയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഫലമെടുക്കാൻ പറ്റുന്നില്ല. ഊരിയാവിനെ കൊന്നുകളഞ്ഞ് ഭാര്യയെ സ്വന്തമാക്കി. നാഥാന്റെ വാക്കുകൾക്കകത്ത് ദാവീദ് ഏറ്റുപറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ സംഭവിച്ചത് എന്താ? തലമുറ നഷ്ടപ്പെട്ടു പോയി. അബ്ശാലോമിന് എന്തു പറ്റി? കരുവേലകത്തെ തൂങ്ങിപ്പോയി. ശലോമോൻ എന്തു പറ്റി? നാനാവശേഷമായി പോയി.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നമുക്ക് പിതാക്കന്മാരിലൂടെ മാതാക്കന്മാരിലൂടെ പാരമ്പര്യപരമായിട്ട് വരുന്ന ശാപങ്ങൾ നമ്മളെ തൊടുമോ? തൊടുമെന്നുള്ളവർ കൈ ഉയർത്തിക്കാട്ടെ. തൊടത്തില്ല എന്നുള്ളവർ കൈ ഉയർത്തിക്കാട്ടെ. ബാക്കിയുള്ളവരൊക്കെ? ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഉറക്കെ പറ, സകലതും സകലമല്ല, പുതുതായി തീർന്നിരിക്കുന്നു. നീ ക്രിസ്തുവിലായപ്പോൾ നീ പുതിയ സൃഷ്ടിയായി മാറി. ആമേൻ. പഴയ പാരമ്പര്യം നിന്നെ തൊടത്തില്ല, പഴയ പാരമ്പര്യ ശക്തികൾ നിന്നെ തൊടത്തില്ല. നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ക്രിസ്തുവിലാണ്. നീ ദൈവസഭയിലെ ആരാണ്? അംഗമാണ്. യേശുവിന്റെ രക്തമാണ് നിന്റെ ശരീരത്തെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ, ആമേൻ. എങ്ങനെയാ ക്രിസ്തുവിലായത്? യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്. അല്ലാതെ മല കയറാൻ പോയില്ലല്ലോ, ഉരുളി കമത്താൻ പോയില്ലല്ലോ, മെഴുകുതിരി കത്തിക്കാൻ പോയിട്ടല്ലല്ലോ. ഇല്ല, നീ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് സ്വീകരിക്കുക. അങ്ങനെയല്ല ദൈവകുടുംബത്തിൽ അംഗമായി മാറിയത്. ആണോ അല്ലയോ? അങ്ങനെ ദൈവകുടുംബത്തിലെ അംഗമായി മാറിയത്. വാ കൊണ്ട് പറഞ്ഞ് സൗജന്യമായി ദൈവകുടുംബത്തിൽ അംഗമായി മാറി. അപ്പൊ സംഭവിച്ചത് എന്താ? പിതൃപാരമ്പര്യം പൊട്ടി. 1 പത്രോസ് 1:18 പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കമേറിയ കുഞ്ഞാടിന്റെ രക്തത്താൽ നീ എന്ത് ചെയ്തത്? വീണ്ടെടുക്കപ്പെട്ടത്. അപ്പൊ പിതൃപാരമ്പര്യം പൊട്ടിയോ? മാതൃപാരമ്പര്യം പൊട്ടിയോ? കുടുംബ പാരമ്പര്യം പൊട്ടി. ഉറപ്പാണോ? ശകലം ഉണ്ടെന്നാണ് പറഞ്ഞേ? അല്ല, പൊട്ടി. സ്തോത്രം. ഉദാഹരണം എടുത്തോട്ടെ. പ്രയാസമുണ്ടോ? ഉദാഹരണം പറയാൻ പ്രയാസമുണ്ടോ? ഇല്ല. കോപ്പറേറ്റ് ചെയ്യാമോ? ഓക്കെ. അച്ഛൻ്റെ വീട്ടുപേരെന്തുവാ? കാട്ടിലാണോ? ഞാൻ ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ച ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ തന്നെ ഉദാഹരണം എടുക്കുന്നത്. അച്ഛൻ മടത്തിൽക്കാട്ടിൽ കുടുംബത്തിൽ ജനിച്ച ആളാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ദൈവ കുടുംബത്തിൽ അംഗമായി മാറി. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ആൻറ്റി എന്തോ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് കയ്യിൽ അങ്ങോട്ട് എടുത്ത് ചുറ്റി ഒരു നോട്ടം നോക്കി. മര്യാദക്കിരുന്നോണം. എൻ്റെ പഴയ സ്വഭാവം, ഞാൻ മടത്തിക്കാട്ടിൽ കുടുംബത്തിലെ എൻ്റെ അപ്പച്ചൻ്റെ അറിയാമല്ലോ, ഞങ്ങൾ ഇറങ്ങിയ ആ രക്തമാണ് എൻ്റെ ശരീരത്തിലൂടെ. എങ്ങനെയാ പറഞ്ഞ? വാ കൊണ്ടില്ലേ? അല്ലേ? അച്ഛൻ്റെ അപ്പച്ചൻ ഉണ്ടോ? മരിച്ചുപോയി. അച്ഛൻ്റെ അപ്പച്ചൻ നല്ല ആളാ. അപ്പച്ചൻ്റെ അപ്പച്ചന് നല്ല ആളാ. ഉദാഹരണമാണേ, എല്ലാവരോടും ഉള്ളതാണേ. 3-ാം തലമുറയിലെ അപ്പച്ചൻ ഒരു മോഷ്ടാവായിരുന്നെങ്കിലോ, 4-ാം തലമുറയിലെ അപ്പച്ചൻ ഒരു വ്യഭിചാരിയായിരുന്നെങ്കിലോ, നീ പറയുക ഞാൻ മടത്തിക്കാട്ടിൽ കുടുംബത്തിലെയാണ്, ആ രക്തമാ ഓടുന്നതെന്ന് നീ രക്ഷിക്കപ്പെട്ട അന്യഭാഷ പറയുന്ന അതേ നാവ് കൊണ്ട് നീ പറയുമ്പോൾ നീ ഏതിനെ അവകാശം പറഞ്ഞ് സ്വീകരിക്കുന്നേ? ഏതിനെയാ? 4-ാം തലമുറയിലുള്ള അപ്പച്ചൻ ചെയ്തതിനെ നീ വിളിച്ചു വരുത്തുകയല്ലേ? നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നില്ലേ? നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ലേ? അതേ അതരം കൊണ്ടല്ലേ നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്? ആ 4-ാം തലമുറയിലുള്ള അമ്മച്ചിയുടെ രോഗം നിനക്ക് കയറത്തില്ലേ? രക്ഷിക്കപ്പെട്ടവനെ, സ്നാനപ്പെട്ടവനെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനെ, ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ചോദിക്കുക. എന്നിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ക്ഷമിക്കണം. വൈബ്രേഷൻ മോഡൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. യേശുവേ, കർത്താവ് ക്ഷമിക്കും സാറേ, പക്ഷെ പിശാചിന് നീ കൊടുത്ത അവകാശവും അധികാരവും അതുപോലെ കിടക്കുകയാണ്. നിന്റെ നന്മയുടെ സമയം അടുക്കുമ്പോൾ, നിന്റെ തലമുറയുടെ ഭാവി അടുക്കുമ്പോൾ, രാജ്യം യുദ്ധത്തിലേക്ക് ജയിക്കാൻ പോകുമ്പോൾ ഈ പാപത്തിന്റെ സ്വാധീനം വന്ന് അവകാശം പറഞ്ഞ് നിനക്കെതിരെ നിൽക്കും. കാര്യം നീ വിളിച്ചു വരുത്തിയതാ.
ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് വിടുവിക്കപ്പെടാത്ത ഏത് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ടും വിഷയത്തിന് നീക്കുപോക്കില്ല അല്ലേ? നീ പറഞ്ഞത്, നീ വിളിച്ചു വരുത്തിയത് ഇന്ന് രാത്രി നീ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ആ വിഷയത്തിന് വിടുതൽ പ്രാപിക്കണം. നീ നിന്റെ തലമുറ നോക്കി പറഞ്ഞ എന്താ? കൊച്ചൊരു ഗ്ലാസ് തട്ടിയിട്ടപ്പോഴത്തേന് പറഞ്ഞു, ഇവനെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി, മുടിപ്പിക്കാൻ വേണ്ടി, ഇവനെ തല കണ്ടപ്പോൾ മുതലേ ഇവനെ കൊണ്ട് എനിക്ക് ശല്യമാ. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ആയപ്പോൾ കൊച്ചെ ഏതെങ്കിലും റൂട്ടിൽ കൂട്ടുകാരൻ്റെ കൂടെ അനാവശ്യമായി പോയപ്പോൾ പാസ്റ്ററേ എന്ന് പറഞ്ഞ് വിളിക്കാൻ നിന്റെ ആദരം പൊങ്ങുന്നതിന് മുമ്പ് നീ പറഞ്ഞ ആ വാക്കിനെ നീ ഓർക്കണം. ഇവന്റെ തല കണ്ടപ്പോൾ മുതൽ നിന്റെ തലമുറയെ നോക്കി പറഞ്ഞ സകല ശാപവാക്കുകളെയും ഇന്ന് രാത്രിയിൽ ഏറ്റുപറഞ്ഞ പിശാചിന് കൊടുത്ത സകല അനുവാദങ്ങളെയും ക്യാൻസൽ ചെയ്യാൻ സഭ തയ്യാറാണോ? നടക്കാനിറങ്ങിയ അച്ചാന മൈക്രോലാബ് കണ്ടപ്പോൾ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ റിസൾട്ട് കിട്ടി. ഷുഗർ 360. നേഴ്സായി അമ്മാമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. അമ്മാമ്മ നോക്കിയിട്ട് പറഞ്ഞു, അച്ചായ ഷുഗർ കൂടുതലാണ്, 360 ഉണ്ട്. അപ്പച്ചൻ 63ാമത്തെ വയസ്സിൽ ഷുഗർ വന്നാ മരിച്ചത്. അച്ഛനിപ്പോൾ 60 ആയിട്ടുണ്ട്. ഇനി 3 വർഷം. ഇന്നലെ ആൻറ്റി അറിയാതെ 3 ലഡു അങ്കിൾ തിന്നായിരുന്നു. പക്ഷെ ആൻറ്റി പറയുന്നത് എന്താ? അപ്പച്ചൻ്റെ ഷുഗറാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് നിന്റെ വാക്ക് കൃപയോട് കൂടിയതും. ബൈബിൾ വീണ്ടും സദൃശവാക്യം പറയുന്നു. എന്താണ് പറയുന്നത്? ജീവനും മരണവും നാവിൻ്റെ. നീ പറയുന്നത് സംഭവിക്കും. നീ പറയുന്നത് സംഭവിക്കും. അന്യഭാഷ പറയുന്ന ആദരം കൊണ്ട് അനാവശ്യം പറയാൻ വേണ്ടി ഉപയോഗിച്ചാൽ ആ സാധനം വീട്ടിൽ കയറി വരും. സ്വതന്ത്രം പറഞ്ഞ കേട്ടില്ലല്ലോ. പാസ്റ്റർ ഡെലിവറൻസ് എന്ന് പറഞ്ഞിട്ട് ഇതാണോ പരിപാടി? ഇത് തന്നെ പരിപാടി. നീ കെട്ടിയ കെട്ടിനെ നീ അഴിക്കണം. നിന്റെ തലമുറയെ നീ നോക്കി പറഞ്ഞ ശാപം നീ അഴിക്കണം. യേശു കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നിട്ട് മാർത്തയുടെയും മറിയയുടെയും ഹൃദയത്തെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തു വാ. ലാസർ ജീവനുള്ള ദേഹിയായി പുറത്തു വന്നു. പക്ഷെ അവൻ അനങ്ങാൻ കഴിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ആരടാ കെട്ടിയത്? ആ കെട്ടിയവൻ അഴിക്കണം. പിശാച് കെട്ടിയതാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചഴിക്കാം. പക്ഷെ നീ നിന്നെ കെട്ടിയതാണെങ്കിൽ, നീ നിന്റെ തലമുറയെ കെട്ടിയതാണെങ്കിൽ ഇന്ന് രാത്രി അതിനെ അഴിക്കരുത് നീയാ. ഭാവിയുടെ വഴി തെളിയുന്നില്ല അല്ലേ? പരാജയപ്പെടുകയാണല്ലേ? ഉയരാൻ പറ്റുന്നില്ല അല്ലേ? ഇന്ന് രാത്രി ആദരത്തെ നിയന്ത്രിക്ക്. വാർത്ത വറക ജഗന ശംതന റഗ ജഗന അടക ജാന റബന ഹഡബ ധനക. എത്ര പേർക്ക് ദൂത് പിടിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ശാപമില്ല സാറേ, പക്ഷെ നീ വിളിച്ചാൽ നിന്റെ വീടിനകത്ത് കയറി വരും. നിനക്ക് അധികാരമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെളിവ് വേണം? ബൈബിളിലും തെളിവ് തരാം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വേഗം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ദൈവം റാഹേലിനെ ഓർത്തു. ഒരിക്കൽ കൂടെ. ദൈവം റാഹേലിനെ ഓർത്തു. അവിടെ പറയുകയാണോ? ദൈവം റാഹേലിനെ എന്ത് ചെയ്യുകയാണ്? ഓർത്തു. ഞാനൊരു ദൂത് പറയാം. കർത്താവ് നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. ആമേൻ പറയാമോ? ആര് മറന്നാലും കർത്താവ് നിങ്ങളെ ഓർക്കും. അതിലൂടെ ഒരു വലിയ സന്ദേശം പറയണമെങ്കിലും എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് അത് നിർത്തുകയാണ്. അവളുടെ ഗർഭത്തെ കർത്താവ് എന്ത് ചെയ്തു? തുറന്നു. ലയ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷെ റാഹേലിന്റെ തലമുറയില്ല. പ്രാർത്ഥിച്ചു, ദൈവ മനസ്സലിഞ്ഞു, ഗർഭത്തെ തുറന്നു. അറ്റ വാക്ക. അടുത്ത വാക്യം. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞു. അടുത്ത വാക്ക്.
യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും യഹോവ പറഞ്ഞു ഇനിയും എനിക്ക് ഒരു മകനെ കൂടി തരുമെന്ന് പറഞ്ഞു. പറഞ്ഞവന് യോസഫ് എന്ന് പേരിട്ടു. യോസഫിനെ കൈ കിട്ടിയപ്പോൾ റാഹേല് പറയുകയാ, ദൈവം തുറന്നതാ ഗർഭത്തെ, അല്ലേ? ദൈവം മക്കളെ പറ്റി പറഞ്ഞില്ല. റാഹേല് പറയുക, എനിക്ക് ഇനി ഒരു മകനെ കൂടെ തരുമെന്ന് പറഞ്ഞിട്ട് അവന് യോസഫ് എന്ന് പേരിട്ടു. സംഭവിച്ചത്, അടുത്ത തലമുറ ബെന്യാമിനെ പ്രസവിച്ചു, റാഹേൽ മരിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താ? ഇനിയും എനിക്ക് ഒരു മകനെ കൂടെ തരും. അവക്ക് വേണമെങ്കിൽ 10 എണ്ണത്തെ ചോദിക്കാമായിരുന്നു. അവൾ അവളുടെ അനുഗ്രഹത്തെ ഇല്ലാതാക്കി. നിനക്ക് വേണമെങ്കിൽ നിന്റെ ലൈഫിനെ ഇല്ലാതാക്കാം. എനിക്ക് ചത്താ മതി, എനിക്ക് ജീവിക്കണ്ട ഇന്ന് പകൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, നിന്റെ ആധരത്തെ സൂക്ഷിക്കുക. ബെന്യാമിനെ പ്രസവിച്ച സമയത്ത് റാഹേൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവൻ എനിക്ക് വസനപുത്രൻ എന്ന് പറഞ്ഞ് ബെനോനി എന്ന് പേരിട്ടപ്പോൾ വെളിപ്പാടുള്ള അപ്പൻ കേറി വന്നിട്ട് പറയുകയാ, ഇവൻ വസനപുത്രനല്ല, ഇവൻ വലങ്കയുടെ പുത്രൻ എന്ന് പറഞ്ഞ് അവനെ ബെന്യാമിൻ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ആ തലമുറ കൂടെ ശാപത്തിന് അടിമയായി പോയനെ. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ശുശ്രൂഷിക്കുന്ന ഞങ്ങളെക്കാട്ടിൽ അധികാരം നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറ മേലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ അനുഗ്രഹിച്ച് അവനെ വർദ്ധിപ്പിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ ശപിച്ച് ഇല്ലാതാക്കുക. ഭാര്യയെ നോക്കിയിട്ട് പറയുക, നീ ഒരു പൊട്ടിയല്ലേടി, നിനക്കൊന്നും അറിയത്തില്ലല്ലോ. നീ പറയുന്ന വാക്ക് കേട്ടിട്ട് ഭാര്യ, ആ അതെ, നിന്റെ ലൈഫ് മുഴുവൻ ഒരു പൊട്ടിയുടെ ഭർത്താവായി ജീവിക്കുക. ഇങ്ങാർക്കൊരു കഴിവുമില്ലാത്തവനാ, ഇങ്ങാരൊരു ബുദ്ധിയില്ലാത്തവനാ. നിന്റെ ലൈഫ് മുഴുവൻ ഒരു കഴിവില്ലാത്ത കഴിവുകെട്ട ഭർത്താവിനെ മാത്രം നിനക്ക് കിട്ടത്തുള്ളൂ. നിന്റെ ഭർത്താവിനെ വേണം നിനക്ക് രാജകുമാരനായിട്ട് കാണാം, നിന്റെ ഭാര്യയെ നിനക്ക് രാജകുമാരിയായിട്ട് കാണാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, നിന്റെ ആദരത്തെ സൂക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? ഞങ്ങളുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി, എൻ്റെ രാജ്യമൊന്ന് വീട് വെച്ച് കണ്ടാൽ മതി. ഭയങ്കര സന്തോഷം. എന്നോട് പറയും പ്രാർത്ഥിക്കണേ. ഗൾഫിൽ പോയി അല്പം പൈസയൊക്കെ ഉണ്ടാക്കി രാജ്യമോൻ നാട്ടിൽ വന്ന് കുറച്ച് ലോൺ എടുത്ത് ഒരു വീടുണ്ടാക്കി. അതിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ആ വഴി കൂടെ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ എൻ്റെ രാജ്യമോൻ ഒരു വീടുണ്ടാക്കി. എനിക്ക് സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നത് അമ്മച്ചി പാരലൈസ്ഡായി, വെയിൻ പൊട്ടി, കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർമാർ ആ സമയത്ത് അവിടെ ഉള്ളവരോട് പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഇനി അധിക ദിവസങ്ങളില്ല. പെട്ടെന്ന് അങ്കിള് നേരെ വിളിച്ചിട്ട് പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ വീട്ടിലൊന്ന് കയറി താമസിക്കണം, അതുകൊണ്ട് 2 ദിവസത്തിനകത്ത് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കയറണം. 5-6 മേശിമാരിൽ നിന്ന് കിച്ചണും ഒരു റൂമും കൂടെ ശരിയാക്കി പ്രാർത്ഥിച്ച് കയറി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അമ്മച്ചി പറഞ്ഞത് എന്താ? രാജമോൻ വീട് വെച്ച് കണ്ടാൽ മതി, എൻ്റെ മോൻ രക്ഷപ്പെട്ട് കണ്ടാൽ മതി, അല്ലേ? പറയരുത്. എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, അവൻ മാനിക്കപ്പെടും, അവൻ്റെ കൂടെ ഞാനത് കണ്ട് സന്തോഷിക്കും. നിത്യതയോളം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തെ ഞാൻ അങ്ങനെ പറയാൻ അതരത്തെ ചലിപ്പിക്കാൻ പറ്റുമോ? മരണത്തെ പേടിക്കാനല്ല, ദൈവം തന്ന ആയുസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് തന്ത്രമിടുമ്പോൾ അതിനോട് അനുകൂലമായി സംസാരിക്കില്ലെന്നാണ് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? വായിന്ന് അനാവശ്യമായ വാക്കുകൾ വരരുത്. നിങ്ങൾ 4 കാര്യം ശ്രദ്ധിക്കുമെങ്കിൽ ഈ വിഷയത്തിനകത്ത് ഡീലിംഗ് സംഭവിക്കും. 1, കുറ്റം പറയരുത്. എന്താണ്? ഉറക്കെ പറയാമോ? കുറ്റം പറയരുത്. എന്താ കുറ്റം പറയാന്ന് പറഞ്ഞാൽ, എൻ്റെ അസാന്നിധ്യത്തിൽ എന്നെപ്പറ്റി മറ്റൊരാളോട് അങ്കിള് പറയുകയാണ് ആള്, എന്നാൽ എൻ്റെ വിഷയം എന്നോട് വന്ന് പറയുകയാണെങ്കിൽ അത് കുറ്റമല്ല, അത് സ്നേഹത്തിലുള്ള ഉപദേശമാണ്. എന്നാൽ എൻ്റെ വിഷയം മറ്റൊരാളോട് ഷെയർ ചെയ്യുക കുറ്റം പറയുകയാണ്. ഹല്ലേലൂയ. നിനക്ക് ശപിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ അഭിഷക്തനെ പറ്റി ഡെയിലി 2 പ്രാവശ്യം കുറ്റം പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക്കലി ഒരാഴ്ച കഴിയുമ്പോൾ റിഫ്ലക്ഷൻ വരും. സീരിയസ്ലി പറഞ്ഞാൽ, ഒരിക്കൽ ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു കുടുംബം വന്നു. ആരാധനയ്ക്ക് ഇരിക്കുക. ആരാധന കഴിഞ്ഞ് വീട്ടിലോട്ട് പോയപ്പോൾ പറഞ്ഞു, ഇന്നത്തെ ആരാധന തീരെ പോരായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ശരിയെ പ്രസംഗവും തീരെ പോരായിരുന്നു.
പെട്ടെന്ന് അച്ചായൻ പറഞ്ഞു, തമ്പിച്ചാനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, ഇല്ലെന്ന് ഓർക്കുന്നു. തമ്പിച്ചാൻ്റെ സാക്ഷി നമ്മളെ നോക്കി കുത്തി പറയുന്നതായിരുന്നു. നമ്മൾ ഇന്നലെ ബോണ്ടാക്കടയിൽ നിൽക്കുന്ന തമ്പിച്ചാൻ കണ്ടായിരുന്നു. ആകെ ഇന്നത്തെ മീറ്റിംഗ് കൊള്ളത്തില്ലായിരുന്നു. കൂടെ ഒരു 6 വയസ്സുള്ള കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചു പറയുകയാ, 10 രൂപയ്ക്ക് ഇത്രയൊക്കെ കിട്ടിയാൽ പോരെയെന്ന്. മനസ്സിലായോ? സ്വത്രാഴ്ച 10 രൂപയ്ക്ക് ഇത്രയൊക്കെ. ഈ കൊച്ചു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എഴുതി വെക്കുക, പെന്തക്കോസുകാർ കള്ളന്മാർ, പാസ്റ്റർമാർ കള്ളന്മാർ. സ്തോത്രം. ആരാണ് വിത്ത് വിതച്ചത്? ആരാ വിത്ത് വിതച്ചേ? അവൻ്റെ കൂട്ടുകാരല്ല സാറേ. അമ്മയപ്പ, നിന്റെ ആദരത്തെ നീ സൂക്ഷിക്കണം. കൃപ പ്രാപിച്ചവളെ, നിന്റെ ആദരത്തെ നീ സൂക്ഷിക്കണം. നിന്റെ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് നീ കഴിക്കുന്ന സമയത്ത് നീ പറയുന്ന നിന്റെ സഹോദരനെ പറ്റിയും നിന്റെ സഹോദരിയെ പറ്റിയും നിന്റെ ചർച്ചിനെ പറ്റിയും നിന്റെ പാസ്റ്ററെ പറ്റിയും പറയുന്നത് നിന്റെ തലമുറ 4 ചെവി വെച്ച് കേൾക്കുന്നുണ്ട്. നീ കെട്ടിയത് നീ അഴിക്കണം. കുറ്റം പറയരുത്. 2, നെഗറ്റീവ് പറയരുത്. നടക്കത്തില്ല, സംഭവിക്കത്തില്ല, നീ പോയ വിജയിക്കത്തില്ല. അച്ഛാ നിങ്ങളൊന്നും ഇറങ്ങരുത്, അതൊന്നും നടക്കാൻ പോകുന്നതേ ഇല്ല. ഗോസ്പൽ ടീമിന് പോകുകയാ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് 2 ദൈവദാസന്മാർ ഇങ്ങോട്ടൊന്നും വിളിച്ചുകൊണ്ട് വന്നേക്കരുത്, ഇവിടെ ഒന്നും ഇല്ല. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ 3 ദിവസം കഴിക്കാനുള്ള ഫുഡ് ഇല്ല, നടക്കത്തില്ല. സിമ്പിൾ. ഒരു കുഞ്ഞ് ആ ജനലിലെ കൂടെ കയറുകയാണെങ്കിൽ വീട്ടിലെ, കയറരുത് നീ വീഴുമട അല്ലേ, അങ്ങനെയല്ലേ പറയുന്നേ? എന്നാൽ മോനെ കയറിക്കോ, പക്ഷെ മുറുകെ പിടിക്കണം. മോനെ കയറിക്കോ, പക്ഷെ എത്ര പേര് പറയും? നെഗറ്റീവ് പറഞ്ഞ് ലൈഫിനെ സ്പോയിൽ ചെയ്ത് നിർത്തണം. നെഗറ്റീവ് പറയരുത്. വാ തുറന്ന് ഇല്ലായ്മ പറയരുത്. എൻ്റെ ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരിക്കൽ ഫിലിപ്പോസ് പറഞ്ഞു 200 വെള്ളിക്കാശിന് നടക്കത്തില്ല. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്, 5 അപ്പവും 2 മീനും. നടക്കത്തില്ലെന്ന് പറഞ്ഞവന്റെ നടുവിൽ തന്നെ 5 അപ്പം കൊണ്ട് 5000 വിശപ്പിനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിന്റെ അവിശ്വാസത്തിന്റെ വാക്കിനെ എടുത്തു കള. ഞാൻ പറഞ്ഞ ദൂത് കിട്ടുന്നുണ്ടോ? ഞാൻ പ്രസംഗിക്കണോ? മനസ്സിലാകുന്നുണ്ടോ? ക്രമീകരണത്തിലേക്ക് വരാൻ പറ്റുമോ? ഇന്ന് രാത്രി ഏറ്റു പറയാൻ പറ്റുമോ? നിന്റെ തലമുറയെ ശപിച്ചത് ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ച് പൈശാചിക മേഖലയെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഗസ്റ്റ് നമ്മുടെ കാറിലുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു സംഭവം, പണ്ടത്തെ ഇരിക്കുന്ന കണ്ടത്. എന്നിട്ട് പറയുക, ആ കുരിശിൻ്റെ മേളിൽ ഇരിക്കുന്ന കുന്തവുമായിട്ട് നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ പറയാം, ഞാനും എൻ്റെ അപ്പച്ചനും കൂടെ വെള്ളം കോരി ഉണ്ടാക്കിയതാ. കണ്ടോ? വണ്ടി നിർത്തിയിട്ടാണ് കാണിച്ചു കൊടുക്കുന്നേ. ചുമ്മാ നല്ല രാത്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് കുത്തുന്നേ. അങ്ങ് അഭിമാനമാണല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. വിട്ടത് കല, പഴയതിനെ പിടിക്കാതെ സാറേ. ആ പണ്ടത്തെ വീട്ടുപേരിന്റെ ആഭിമുഖ്യത്തിൽ നീ നടത്തുന്ന കവലപ്രസംഗം കേൾക്കാനല്ല സഭയിലെ ആളുകൾ നിൽക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാനുണ്ട്, പക്ഷെങ്കിൽ സമയത്തിന്റെ പരിധി മൂലം ഞാനിവിടെ പെട്ടെന്ന് നിർത്താൻ പോകുകയാണ്. ഇത് രാത്രി ദൈവകരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം. നിന്റെ വിടുതലിന് തടസ്സം എന്താണെന്ന് മനസ്സിലായോ? എന്താ? എൻ്റെ അധരമാ, ഞാൻ വിളിച്ചു വരുത്തിയതാ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വന്നതുമാകണം നിന്റെ വാക്ക്. ആരെയും വിധിക്കരുത്. എന്താണ്? 3 ആരെയും. 1 എന്താണ്? പോയോ? കുറ്റം പറയരുത്. ഉറക്കെ പറഞ്ഞേ. 2 നെഗറ്റീവ് പറയരുത്. 3 വിധിക്കരുത്. എന്താണ്? വിധിക്കരുത്. എന്താ വിധിക്കുക? ഈ കൊച്ചിനെ, ഇവനെ എനിക്കറിയാം, ഇവൻ ഇവിടെ വരെ പോകാനാ, ഇവൻ ഇവിടുത്തെ വീട്ടിലെ മോനല്ലേ. സാറേ, വിധിക്കുന്ന വിധിയെ നീ വിധിക്കപ്പെടും. നിന്റെ മുമ്പിൽ വെച്ച് കർത്താവിനെ വളർത്തും. 4-ാമത്തെ കാര്യം സഭ കേൾക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
ആത്മനിയന്ത്രണത്തിൽ ഒരാൾ ആരാധിച്ച് കയറുന്ന കാണുമ്പോൾ അവന് വട്ടാണെന്ന് നീ പറയുന്നുണ്ടോ? ഇന്ന് അല്പം ഇളക്കമാണെന്ന് പറയുന്നുണ്ടോ? ആരാധിക്കുന്നവൻ പരിജ്ഞാനത്തിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നവനെ വിമർശിക്കാൻ വേണ്ടി ഇരിക്കുന്ന അധരമാണോ നീ? നീ ആരാധിക്കുന്ന ആളിനെ അല്ല, ആരാധിക്കുന്നവനിൽ പകരപ്പെട്ട അഭിഷേകത്തെ വിമർശിക്കുന്നേ. ദൈവകൃപയിൽ ആശ്രയിച്ച് അന്യഭാഷ പറയുന്നവന്റെ സൗണ്ട് അല്പം കൂടിപ്പോയ അലോസരമാണെന്ന് പറയുന്ന അച്ചായ. നിന്നെ ഭരിക്കുന്ന ആത്മാവിനെ ഈ ദിവസങ്ങളിൽ വിവേചിക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ സംസാരിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളെ വിമർശിക്കരുത്. വിമർശിക്കുന്നവന്മാരുടെ മെസ്സേജുകൾ കേൾക്കരുത്. നിന്റെ ആറ്റിറ്റ്യൂഡ് അതിനോടല്ലെന്ന്. നിന്റെ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനല്ല, നിന്റെ സമയം വചനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യ്. അഭിഷക്തന്മാരെ ഇല്ലാതാക്കി കളയാൻ പിശാചിന്റെ ദൂതന്മാരായി വിട്ടിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ വായിലേക്ക് നോക്കിയിരിക്കുവാനല്ല അഭിഷേകം പ്രാപിച്ച തലമുറയുള്ളത്. അതിനെതിരെ ആത്മാവ് നിൽക്കുന്ന ഒരു സൈന്യമായി തിരുവല്ല പട്ടണത്തിൽ സഭ എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല, മന്ദതയാ, പാസ്റ്റേ എല്ലാം തടസ്സപ്പെടുക, അങ്ങനെ പറയുന്ന ആളുകളാണോ? അങ്ങനെ വിഷയമുണ്ടോ? ഒന്ന് അറിയുമ്പോൾ അടുത്തത്, ഒന്ന് തുറക്കുമ്പോൾ വേറെ, അത് അടയുകയാ, നടക്കുന്നില്ല. ഇത് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാ, ദശാംശം കൊടുക്കുന്നവനാണോ? ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നവനാ? ഇവിടെ ശ്രദ്ധിക്കണം. ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നവരാണോ? നിന്റെ നന്മയെ പിശാച് പിടിക്കത്തില്ല. ദശാംശം കൊടുത്തില്ലെങ്കിൽ നിന്റെ നന്മ പിശാച് പിടിക്കും. സഭയ്ക്ക് ആത്മീക വർധനയ്ക്കും ആഹാരമുണ്ടാകേണ്ടതിനും നിന്റെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരിക. അനൂപാസ്റ്റർ വന്ന് പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹം കൃപാവരം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ദശാംശം അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ച് ഒരു പ്രാർത്ഥന നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതല്ല ദശാംശം, അത് തെറ്റ്. നിന്റെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരണം. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി വെളിപ്പാടിന്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നാളത്തേത് നിങ്ങൾ ആത്മീക വർധനവ് പ്രാപിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിന്റെ ദശാംശം ആലയത്തിൽ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? നിന്റെ പണമെന്ന് പറഞ്ഞാൽ എന്താണ്? പണമെന്ന് പറഞ്ഞ സമയമാണ്, അല്ലേ? ആണോ? ഒരു മാസം കഷ്ടപ്പെടുന്നതല്ലേ? സമയമാണ്. പണമെന്ന് പറഞ്ഞാൽ എനർജിയാണ്. പണമെന്ന് പറഞ്ഞാൽ വെൽത്താണ്. പണമെന്ന് പറഞ്ഞാൽ നിന്റെ ഹെൽത്താണ്, നിന്റെ ഊർജമാണ്, അല്ലേ? നീ പാസ്റ്ററോട് പറഞ്ഞൊരു കാര്യം, ദൈവദാസന്മാരെ നിങ്ങൾ മുൻപോട്ടിറങ്ങ്, ഞങ്ങൾ ബാക്കി സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ യുദ്ധക്കളത്ത് നിൽക്ക്. യുദ്ധം ചെയ്യുന്നവനും ആയുധം കാക്കുന്നവനും ഒരുപോലെ പ്രതിഫലമുള്ളത്. കേട്ടില്ല? ഒരാമയം പറയാൻ തയ്യാറാകുമോ? ആയുധം കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ യുദ്ധം നടക്കത്തില്ല സാറേ. ദൈവം നിന്നെ ഏൽപ്പിച്ച പണത്തെ ദൈവസഭയ്ക്കകത്ത് ദശാംശമായി വിതയ്ക്കണം. അത് വേറൊരിടത്തേക്ക് പോകരുത്. നിന്റെ പണം കൊണ്ടുവന്നിട്ട് നിന്റെ തലമുറയെ കൂട്ടണം. വിദേശങ്ങളിലാണെങ്കിൽ അവരെ വാട്സാപ്പിൽ വിളിച്ചിട്ട് പറയണം, നമ്മൾ ഇത് ദൈവരാജ്യത്തിൽ വിതയ്ക്കാൻ പോകുകയാ, അല്ലാതെ പാസ്റ്റർക്ക് കൊടുക്കാൻ പോകുകയാണെന്നല്ല. നിന്റെ 500 രൂപയോ 5000 രൂപയോ 50,000 രൂപയോ അല്ല, ലക്ഷങ്ങളുമല്ല, ദൈവരാജ്യത്തിൽ വിതയ്ക്കാൻ പോകുകയാ. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അഭിഷക്തന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാനല്ല സാറേ. ഒരു വ്യക്തിയും വിത്തിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞാൻ ദൈവദാസനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ തമ്മിൽ യാതൊരു ഇതുമില്ല. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു സംസാരിക്കാൻ. സഭ മാനിക്കപ്പെടണോ? സഭ അഭിവൃദ്ധിയിലേക്ക് വരണോ? സഭയിലെ വ്യക്തികളുടെ വിഷയം പരിഹരിക്കപ്പെടണോ? ദൈവിക പ്രിൻസിപ്പിൾസിനകത്ത് സഭ കയറണം. ദൈവിക തത്വങ്ങൾക്കകത്ത് സഭ കയറണം. അഭിഷക്തൻ പ്രാർത്ഥിച്ചതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങരുത്. വിത്ത് വിതച്ചാൽ അതിന് കാവൽ നിൽക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പറയണം, കർത്താവേ, ഞാൻ ദൈവരാജ്യത്തിൽ വിതച്ചു, 100 മേനി കയറി വരട്ടെ, 100 മേനി കയറി വരട്ടെ, 100 മേനി കയറി വരട്ടെ. നിന്റെ തലമുറയെ കൊണ്ട് പറയിപ്പിക്കണം.
ഞാൻ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഇങ്ങനെ പറയുന്നേ, 100 മേനി 1000 തവണയായി കയറി വരട്ടെ. അത് ആരോഗ്യമായി, സമ്പത്തായി, സമാധാനമായി, ഉയർച്ചയായി, ശുശ്രൂഷയായി, രാജ്യങ്ങളുടെ വാതിലായി, ദൈവപ്രവൃത്തിയായി, ദൈവിക നന്മകളായി, വീടുകളായി, വാഹനങ്ങളായി, ദൈവിക രാജ്യമായി എൻ്റെ മേൽ അത് ഇറങ്ങി നിൽക്കട്ടെ. നിനക്കൊരു രോഗം വന്നാൽ കർത്താവിനോട് പറയാം, കർത്താവ് ഞാൻ വിതച്ചവനാ, എൻ്റെ നന്മ ആശുപത്രിക്ക് കൊടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. യെസ് യെസ്. പിന്നെ എന്താ ചെയ്യണ്ടേ? നിന്റെ നന്മ നീ ദൈവസന്നിധിയിൽ വിതച്ചിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. പിന്നെ എന്താ സംഭവം? ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നിങ്ങൾ എന്താ തരേണ്ടത്? സ്വമേധയായുള്ള ദാനം. റബഗമനശസിയ. ദൈവം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ആത്മാവ് നിങ്ങളുടെ എന്തെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ വറങ്കലിലെ മിനിസ്ട്രി നിങ്ങൾക്കറിയാം. അസാധാരണമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർ, ട്രൈബൽസിനിടയിൽ വർക്ക് ചെയ്യുന്നവരാ. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ നോർത്തുകളിൽ പല മേഖലകളിലകത്തുണ്ട്. നിങ്ങൾക്ക് സ്വമേധാദാനമായിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം. ദൈവരാജ്യം വളരും. പക്ഷെ ദശാംശമല്ല, അത് നിങ്ങളുടെ സ്വമേധാദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന ഈ വെളിപ്പാട് കിട്ടുന്നുണ്ടോ? തലമുറ, ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ നന്മ നീ തടയാതെ ഇരുന്നാൽ നിനക്ക് വരുന്ന നന്മയെ തടയാൻ ദൈവം പിശാചിനെ അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നാവ് കൊണ്ട് പിശാചിനെ വിളിച്ചു വരുത്തിയത്, നാവ് കൊണ്ട് തലമുറയെ കെട്ടിയത്, നാവ് കൊണ്ട് നന്മകളെ ഇല്ലാതാക്കിയത്, ഇന്ന് രാത്രി ഞങ്ങൾ ഏറ്റുപറയുകയാ. സാറേ ഞാൻ പറയട്ടെ, തെറ്റു പറ്റാം, ചിലപ്പോൾ പ്രതികരിച്ചു പോകാം, വായി അനാവശ്യമായ വാക്ക് വന്നു പോകാം, കേവലം മനുഷ്യരായതുകൊണ്ട്. പക്ഷെ ഒന്ന്, ബി ക്വിക്ക് റിപ്പന്റ്. പെട്ടെന്ന് മാനസാന്തരപ്പെടുക. പെട്ടെന്ന്, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അറിവില്ലായ്മ മൂലം പറഞ്ഞു പോയി, എൻ്റെ ആ സാഹചര്യത്തിൽ ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. കർത്താവിനോട് ക്ഷമിക്കും. യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട് പിശാചിന് കൊടുത്ത വാതിലിനെ അടച്ചുകള. ദൈവാത്മാവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. പക്ഷെ ഒരു കാര്യം, യേശുവിൻ്റെ രക്തം സർഫിൻ്റെ പരസ്യമല്ല. തെറ്റ് ചെയ്യുക, വന്ന് കഴുകുക, തെറ്റ് ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. വീണാൽ നിലംപരിചാകത്തില്ല. ചാടാനല്ല അനുവാദം. വീഴാതെ വണ്ണം സൂക്ഷിക്കും കർത്താവ്. ചാടാനല്ല അനുവാദം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുകയാ, നിന്റെ തലമുറയ്ക്കെതിരെ പറഞ്ഞ വാക്കുകൾ ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ മാസീവായ ചില ഡെലിവറൻസുകൾ സംഭവിക്കാൻ പോകുകയാണ്. എവിടെയാ ഡെലിവറൻസ് സംഭവിക്കുന്നേ? എവിടെയാ? അനുതാപത്തിനകത്താ ഡെലിവറൻസ് സംഭവിക്കുന്നേ. ഏറ്റുപറച്ചിലിനകത്താ ഡെലിവറൻസ് സംഭവിക്കുന്നേ. ഹൃദയത്തിന്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനകത്താ ഡെലിവറൻസ് സംഭവിക്കുന്നേ. ഇന്ന് രാത്രി പറ, എന്നെ കെട്ടിയത് എന്താ? എൻ്റെ അതരമാണോ? തമ്പുരാനെ, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? ആണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. ഈ സമയത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയുടെ ടൈമായിട്ട് ഈ സമയത്തെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാണ്. മോനെ, ഈ വോയിസ് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്യണം. ഞാൻ ഒരു പ്രാർത്ഥന ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുകയാണ്.
അഴിയേണ്ടത് അഴിയട്ടെ. വീടുകൾ വിടട്ടെ, വീടുകൾ വിടട്ടെ, വീടുകൾ വിടട്ടെ. തലമുറ കെട്ടിയത് യേശുവിന്റെ നാമത്തിൽ വഴികൾ അടച്ചത് ഇന്ന് രാത്രി പൊടടെ. അർത്ഥന റീകട വൈടക രാജക തീരക തെകലക അടക തെരക